നമുക്ക് ഏവർക്കും അറിയാം, മനുഷ്യന്റെ ജീവിതം ദൈവത്തിന്റെ കരങ്ങളിൽ മാത്രം വിശ്രാമം കൊള്ളുന്നതാണ്. അതുകൊണ്ടാണ് മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ ദൈവമേ നിന്നിലേക്ക് ഞാൻ ആകുവാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള വലിയ ഓർമ്മ ചിന്ത എപ്പോഴും നമ്മുടെ ഭരിക്കുന്നത്. അതുകൊണ്ടാണ് വിശുദ്ധനായ അഗസ്തീനോസ് പഠിപ്പിക്കുന്നത്, ഈ ലോകയാത്രയിൽ ഞങ്ങളുടെ ആത്മാവ് നിന്റെ സന്നിധിയിലേക്ക് ചേരുന്നത് വരെ ഞങ്ങളുടെ ആത്മാവ് ഇങ്ങനെ അലയുന്നതാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതായത് എൻ്റെ ആത്മാവ് റെസ്റ്റ്ലെസ് ആയിരിക്കും നിന്റെ സന്നിധിയിൽ എത്തുന്നത് വരെ എന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതിന്റെ കാരണം നമ്മളും ദൈവവുമായി തമ്മിൽ വളരെ സജീവമായ ഒരു ബന്ധത്തിലായിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ദൈവവുമായിട്ടുള്ള സജീവ ബന്ധത്തിൽ നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത് കൊണ്ട് നമുക്ക് ദൈവത്തെ കൂടാതെ ജീവിക്കാനോ ദൈവത്തിന് നമ്മുടെ ശുശ്രൂഷ കൂടാതെ തന്റെ ശുശ്രൂഷ നിർവഹിക്കുവാനോ സാധിക്കുകയില്ല. അതുകൊണ്ട് ഞാൻ അധികം ആമുഖങ്ങളൊന്നുമില്ലാതെ തന്നെ ഇന്ന് ധ്യാനിപ്പാനിരിക്കുന്ന വിഷയത്തിലേക്ക് പ്രവേശിക്കട്ടെ. ഇന്ന് ധ്യാനിക്കാനിരിക്കുന്ന പ്രത്യേകമായ വിഷയം എന്തെന്ന് ചോദിച്ചാൽ, ക്രിസ്തീയ ശുശ്രൂഷയ്ക്ക് ഒരാളെ ദൈവം തമ്പുരാൻ എങ്ങനെയാണ് പങ്കുകാരനാക്കി തീർക്കുന്നത്? ക്രിസ്തീയ ശുശ്രൂഷയ്ക്ക് ഒരുവനെ എങ്ങനെ ദൈവം തമ്പുരാൻ പങ്കുകാരനാക്കി തീർക്കുന്നു? അതിന് ഉപോത്ബലകമായി നമുക്ക് ഏവർക്കും വളരെ സുപരിചിതമായിരിക്കുന്ന ഒരു വേദഭാഗം ശ്രദ്ധയിലേക്ക് കൊണ്ടുവരട്ടെ. അത് വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ്. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. അതിന്റെ 10ഉം 11ഉം വാക്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരട്ടെ. ശിമോന്റെ കൂട്ടാളികളായ യാക്കോബ്, യോഹന്നാൻ എന്ന സെബദി മക്കൾക്കും അവണ്ണം തന്നെ യേശു ശിമോനോട്, ഭയപ്പെടേണ്ട, ഇന്നു മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവൻ ആകും എന്ന് പറഞ്ഞു. പിന്നെ അവർ പടകുകളെ കരയ്ക്ക് അടുപ്പിച്ചിട്ട് സകലവും വിട്ട് അവനെ അനുഗമിച്ചു. യേശു ശിമോനോട്, ഭയപ്പെടേണ്ട, ഇന്നു മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവൻ ആകും എന്ന് പറഞ്ഞു. ഇന്നു മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവർ ആകും എന്ന് പറഞ്ഞു. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എന്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, സ്വർഗീയ പിതാവേ, വചനം ജഡമായി ഞങ്ങളുടെ ഇടയിലേക്ക് വരികയും കൃപയും സത്യവും നിറഞ്ഞവനായി ഞങ്ങളുടെ ഇടയിൽ പാർക്കുകയും നിന്നോടുകൂടെ ചേർന്ന് ശുശ്രൂഷ നിർവഹിപ്പാൻ തക്കവണ്ണം ദിനംതോറും നീ ഞങ്ങളെ ക്ഷണിക്കുകയും ചെയ്യുന്ന ദൈവമാകയാൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദി കരേറ്റുന്നു. ദൈവമേ, മനുഷ്യരെ പിടിക്കുന്ന ശുശ്രൂഷ നീ ഞങ്ങളെ ഭരമേൽപ്പിച്ചിരിക്കുന്നുവല്ലോ. ആ ശുശ്രൂഷ നിന്നോടുകൂടെ ചേർന്ന് ഞങ്ങൾ എങ്ങനെ നിർവഹിക്കണമെന്നുള്ളത് മനസ്സിലാക്കുവാൻ ത്രാണിയില്ലാത്തവരായി ഞങ്ങൾ ഇരിക്കെ, ദൈവമേ, ഇന്ന് നീ ഞങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തുകയും നിന്റെ വചനത്തിന്റെ നിറവിൽ ഒരുക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നിന്റെ മുഖം കാണുവാൻ നീ ഇന്ന് ഞങ്ങളെ ഒരുക്കണമേ. നിന്റെ മുഖത്തിന്റെ ശോഭ ഇന്ന് ഞങ്ങളുടെ മുഖത്ത് പ്രശോഭിക്കപ്പെടുവാൻ തക്കവണ്ണം ഞങ്ങളെ നീ പ്രാപ്തരാക്കണമെന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, ഇന്ന് വാസ്തവമായി നീ ഞങ്ങളുടെ ഉള്ളിലും ഈ പന്തലിലും നിറഞ്ഞിരിക്കുന്നതിനാൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദി കരേറ്റുന്നു. ദൈവമായ കർത്താവെ, നിന്റെ സാന്നിധ്യത്തിന്റെ തണലും നിഴലും ഞങ്ങൾ തിരിച്ചറിയുവാനും അതിന്റെ തെളിമയിൽ ഞങ്ങളുടെ ജീവിതത്തെ കൂടുതൽ പുനരർപ്പണം ചെയ്യുന്നതിനും ഈ രാത്രികാലം ഒരുക്കണമെന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, എളിയ അടിയന്റെ വായിലെ വാക്കുകളും ഞങ്ങൾ ഓരോരുത്തരുടെയും ഹൃദയത്തിലെ ധ്യാനവും അങ്ങേക്ക് പ്രസാദകരമായിരിക്കണമേ. യേശു മിശിഹ മൂലം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഈ വേദഭാഗം വായിക്കുമ്പോൾ എന്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നത് ഒരു ഇറ്റാലിയൻ എഴുത്തുകാരനായ സാർത്ത് എന്ന മനുഷ്യൻ എഴുതിയ ഒരു നാടകത്തെ കുറിച്ചാണ്. സാർത്തിന്റെ നാടകത്തിന്റെ ഇതിവൃത്തം 3 ആളുകൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അടച്ചിട്ട ഒരു മുറിക്കകത്ത് കിടക്കേണ്ടി വരുന്നു. അവരുടെ കൈവശം ആകെ ഉള്ളത് ഒരു ബാഗ് മാത്രമാണ്.
ആ ബാഗിനകത്ത് ചില അത്യാവശ്യ തുണി സാധനങ്ങൾ മാത്രമേ ആ ബാഗിനകത്തുള്ളൂ. അങ്ങനെ അവർ വളരെയധികം ദുഃഖപൂർണമായിട്ടിരിക്കുമ്പോൾ അവർക്ക് ആശ്വാസം കണ്ടെത്താനുള്ളത് ഒരു ബാഗ് മാത്രമാണ്. ഈ 3 പേരിൽ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു സവിശേഷതയുണ്ട്. ആ സവിശേഷത, ആ മനുഷ്യൻ എപ്പോഴും മുഖം എപ്പോഴും മിനുക്കിക്കൊണ്ടിരിക്കുന്ന മനുഷ്യനാണ്. നിലക്കണ്ണാടിയിൽ മുഖം നോക്കി മുഖം മിനുക്കിക്കൊണ്ടിരിക്കുന്ന മനുഷ്യനാണ്. അദ്ദേഹം ഈ മുറിക്കകത്ത് അകപ്പെട്ടു എന്ന് കണ്ടപ്പോ ഓടിച്ചെന്ന് തന്റെ ബാഗിൽ കരുതി വെച്ചിരിക്കുന്ന കണ്ണാടി ഉണ്ടോ എന്നൊന്ന് നോക്കുന്നു. നേരം ബാഗിൽ കരുതി വെച്ചിരിക്കുന്ന കണ്ണാടി നോക്കുമ്പോൾ ആ കണ്ണാടി അദ്ദേഹത്തിന് കാണാൻ പറ്റുന്നില്ല. അയാൾ ആകെപ്പാടെ വിഷമിച്ചിട്ട് കൂടെ നിന്നിരുന്ന ആളിനോട് പറയാണ്, എനിക്ക് കണ്ണാടി കൂടാതെ ഒരു നിമിഷം പോലും ജീവിക്കുവാൻ കഴിയുകയില്ല. അന്നേരം തൊട്ടടുത്ത് നിന്ന മനുഷ്യൻ പറഞ്ഞു, നീ ഭയപ്പെടണ്ട, നിനക്ക് നിന്നെ കാണണം എന്ന് തോന്നുമ്പോൾ നീ എൻ്റെ മുഖത്തേക്കൊന്ന് നോക്കിയാൽ മതി. മുഖത്ത് നോക്കുമ്പോൾ എൻ്റെ കണ്ണിലെ കൃഷ്ണമണിക്കകത്ത് നിന്റെ പ്രതിബിംബം കാണും. നിന്റെ പ്രതിബിംബം നിന്നെ കണ്ട് നിനക്ക് കണ്ണാടിക്ക് പകരമായി എന്നെ ഉപയോഗിക്കാം എന്ന് പറഞ്ഞു. അവന് വലിയ സന്തോഷമായി. അവൻ എപ്പോഴും മുഖം നോക്കണമെന്ന് നോക്കുമ്പോൾ അവൻ ഓടിച്ചെന്നിട്ട് അടുത്ത് നിൽക്കുന്ന ആളിന്റെ കണ്ണിൽ ഇങ്ങനെ നോക്കി നിൽക്കും. അങ്ങനെ കണ്ണിൽ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോ മൂന്നാമതൊരുത്തൻ അവിടെ നിൽപ്പുണ്ടല്ലോ. അന്നേരം മൂന്നാമതൊരുത്തൻ ഈ ഇങ്ങനെ കണ്ണിൽ നോക്കി നിൽക്കുന്ന ആളിനെ കാണുമ്പോ ഇവൻ നിങ്ങളിപ്പോ ചിരിച്ചതുപോലെ ചെറുതായിട്ട് ചിരിക്കാൻ തുടങ്ങി. എന്നാൽ ചെറുതായിട്ട് ചിരിക്കാൻ തുടങ്ങിയപ്പോ അവന് മനസ്സിലായി എന്തോ പന്തികേട് ഇതിനകത്തുണ്ട്. അന്നേരം ഈ മനുഷ്യൻ പറയുകയാണ്, ഇതിനകത്ത് നോക്കുന്ന മനുഷ്യൻ പറയുകയാണ്, എനിക്കിനി ഇങ്ങനെ നോക്കി ജീവിക്കുവാൻ പറ്റില്ല. കാരണം മറ്റുള്ളവന്റെ നോട്ടം എന്നെ കൊച്ചാക്കുന്നു, മറ്റുള്ളവന്റെ നോട്ടം എന്നെ വശീകരിക്കുന്നു, മറ്റുള്ളവന്റെ നോട്ടം എന്നെ നിർവചിക്കുന്നു, മറ്റുള്ളവരുടെ നോട്ടം എന്നെ ഞാനല്ലാതാക്കി തീർക്കുന്നു. ഒന്നുകൂടെ ഞാൻ പറയാം, മറ്റുള്ളവന്റെ നോട്ടം എന്നെ വശീകരിക്കുന്നു, മറ്റുള്ളവന്റെ നോട്ടം എന്നെ കൊച്ചാക്കുന്നു, മറ്റുള്ളവന്റെ നോട്ടം എന്നേതല്ലാതാക്കി തീർക്കുന്നു, മറ്റുള്ളവന്റെ നോട്ടം എന്നെ നിർവചിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രികാലം നമ്മൾ കാണുന്നത് മറ്റുള്ളവരെ നമ്മൾ എങ്ങനെ നോക്കണം എന്ന് കർത്താവ് പഠിപ്പിക്കുന്ന ഒരു പാഠമാണ്. അതായത് ദുഃഖത്തിന്റെ താഴ്വരയിലൂടെ കടന്നു പോകുന്ന ഒരു മനുഷ്യനെ എങ്ങനെ നോക്കണം എന്നുള്ളതാണ്. അധ്വാനത്തിന്റെ ഫലം ലഭിക്കാതെ, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും ലഭിക്കാതെ ജീവിതത്തിന്റെ നഷ്ടബോധത്തിന്റെ ഭാരവും പേറി നടക്കുന്ന ഒരു മനുഷ്യനെ നമ്മൾ എങ്ങനെ സന്തോഷത്തിലിരിക്കുന്നവർ നോക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് മറ്റുള്ളവരെ നമ്മൾ നോക്കുന്നത് അവന്റെ ജീവിതത്തെ കൂടുതൽ സ്ഫുടം ചെയ്യുവാനായി തീരണം, അല്ലാതെ അവനെ കൊച്ചാക്കുവാനോ, അവൻ ആഗ്രഹിക്കാത്ത രീതിയിൽ അവനെ നിർവചിക്കപ്പെടുവാനോ, അവൻ ആഗ്രഹിക്കാത്ത രീതിയിൽ അവനെ വശീകരിക്കപ്പെടുവാനോ, അവൻ ആഗ്രഹിക്കാത്ത രീതിയിൽ അവനെ അവനല്ലാതാക്കി തീർക്കുവാനോ അല്ല, മറിച്ച് നമ്മുടെ കർത്താവ് മറ്റുള്ളവരെ നോക്കിയതുപോലെ നോക്കുവാൻ നമുക്ക് കഴിയണം. ഈ വേദഭാഗം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ചില ദർശനങ്ങൾ ലഭിക്കുന്നുണ്ട്. ഈ വേദഭാഗം നമുക്ക് തരുന്ന ഏറ്റവും വലിയൊരു ദർശനം എന്തെന്ന് ചോദിച്ചാൽ, എങ്ങനെയാണ് ദൈവം നമ്പുരാൻ ദുഃഖത്തിലിരിക്കുന്ന ഒരു മനുഷ്യനെ നോക്കി അവനെ യഥാസ്ഥാനപ്പെടുത്തിയത് എന്നുള്ളതാണ്. രണ്ടാമത്, ദൈവം നമ്പുരാൻ എങ്ങനെയാണ് ദുഃഖത്തിലിരിക്കുന്ന ഒരു മനുഷ്യനെ തന്റെ ശുശ്രൂഷയുടെ പങ്കുകാരനാക്കി തീർത്തത് എന്നുള്ളതാണ്. മൂന്നാമത്, ദുഃഖത്തിന്റെ അനുഭവത്തിൽ നിന്ന് സന്തോഷത്തിന്റെ അനുഭവത്തിലേക്ക് പോകുമ്പോൾ സന്തോഷത്തിന്റെ അനുഭവത്തിലിരിക്കുന്ന സാഹചര്യത്തിനകത്ത് അവനെ എങ്ങനെയാണ് തന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി രൂപപ്പെടുത്തിയത്. അതുകൊണ്ട് ഇന്ന് രാത്രികാലം ധ്യാനിപ്പാനിരിക്കുന്ന 3 തലത്തിലുള്ള ചിന്തകളാണ്. ഒന്ന്, ദുഃഖത്തിലിരിക്കുന്ന ഒരു മനുഷ്യനെ സന്തോഷത്തിലിരിക്കുന്ന ഒരു മനുഷ്യൻ എങ്ങനെയാണ് ദൈവരാജ്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി രൂപപ്പെടുത്തുന്നത്. 2, ദുഃഖത്തിലിരിക്കുന്ന ഒരു മനുഷ്യനെ ശുശ്രൂഷയ്ക്ക് കൊള്ളാവുന്നവനാണോ എന്ന് എങ്ങനെയാണ് നിർവചിക്കപ്പെടുന്നതും പരീക്ഷിക്കപ്പെടുന്നതും. 3,
ദുഃഖത്തിന്റെ അവസരത്തിൽ നിന്ന് സന്തോഷത്തിന്റെ അവസരത്തിലേക്ക് പോകുമ്പോൾ അവനെ ശുശ്രൂഷയ്ക്ക് വേണ്ടി കൊള്ളാവുന്നവനാണോ എന്ന് എങ്ങനെയാണ് ഒന്ന് നിർവചിക്കപ്പെടുന്നത്? ഇത് ഞാൻ കുറച്ചുകൂടെ വിശദീകരിക്കുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. ഒന്നാമത്തെ ഭാഗം നമുക്ക് എടുത്താൽ, ദുഃഖത്തിലിരിക്കുന്ന ഒരു മനുഷ്യനെ എങ്ങനെയാണ് ശുശ്രൂഷയ്ക്ക് സജ്ജമാക്കി തീർക്കുന്നത്? ഇവിടെ നമ്മൾ കാണുന്നത് ഈ പത്രോസിന്റെയും യാക്കോബിന്റെയും യോഹന്നാന്റെയും ഒരു ചിത്രമാണ്. പത്രോസും യാക്കോബും യോഹന്നാനും കൂടെ രാത്രി മുഴുവൻ ഗനസരത്ത് തടാകത്തിൽ വല വീശുകയാണ്. വല വീശിയിട്ടും എന്തോ കിട്ടുന്നില്ല, യാതൊന്നും കിട്ടുന്നില്ല. അതായത് അവർ നല്ല ഒന്നാം തരം മുക്കുവന്മാരാണ്. നല്ലതുപോലെ വീശുവാനുള്ള, വല വീശുവാനുള്ള എല്ലാ കഴിവുകളും താലന്തുകളും ഉള്ള മനുഷ്യരാണ്. നല്ല താലന്തുള്ള മനുഷ്യനായിട്ട് പോലും അവന്റെ അധ്വാനത്തിന് ഫലം ലഭിക്കാത്ത അവസ്ഥ. അങ്ങനെ നല്ല താലന്തും നല്ല ആരോഗ്യവും നല്ല കുലമഹിമയുമുള്ള മനുഷ്യനായിട്ടും തന്റെ അധ്വാനത്തിന് ഫലം ലഭിക്കാതെ ഇരിക്കുമ്പോൾ അവൻ ആകെപ്പാടെ ഒരു ഫ്രസ്ട്രേറ്റീവ് മൂഡിലിരിക്കുകയാണ്. അവനൊരു വിഷമത്തിന്റെ സാഹചര്യത്തിൽ ഇരിക്കുകയാണ്. അങ്ങനെ വിഷമത്തിന്റെ സാഹചര്യത്തിൽ ഇരിക്കുമ്പോഴാണ് കർത്താവ് അവന്റെ അടുക്കൽ വന്നിട്ട് അവനോട് സംവേദിച്ചിട്ട് അവനെ കർത്താവ് കാണുന്നു. അവനെ കണ്ടിട്ട് കർത്താവ് പറയാണ്, ഈ സാഹചര്യത്തിൽ ഇരിക്കുന്നവനെ ശുശ്രൂഷയ്ക്ക് കൊള്ളാം എന്ന് കർത്താവ് കാണുകയാണ്. അതുകൊണ്ട് കർത്താവിന്റെ കാഴ്ച പത്രോസിന്റെ ജീവിതത്തെ നിർവചിക്കുന്നു. കർത്താവിന്റെ കാഴ്ച പത്രോസിന്റെ ജീവിതത്തെ മനുഷ്യരെ പിടിക്കുവാൻ കൊള്ളാവുന്നവനാണെന്ന് നിർവചിക്കപ്പെടുന്നു. കർത്താവിന്റെ കാഴ്ച പത്രോസിനെ തന്റെ ശുശ്രൂഷയ്ക്ക് കൊള്ളാവുന്നവനാണെന്ന് വശീകരിക്കപ്പെടുന്നു. കർത്താവിന്റെ കാഴ്ച പത്രോസിനെ സഭയുടെ താക്കോൽ ഏൽപ്പിക്കുവാൻ തക്കവണ്ണം പര്യാപ്തനായ ശിഷ്യനാണ് എന്ന് ഓർമ്മിപ്പിക്കപ്പെടുന്നു. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ജീവിതത്തിന്റെ ഫ്രസ്ട്രേറ്റീവ് മൂഡിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവം തമ്പുരാന്റെ നോട്ടം നമ്മുടെ നോട്ടമായി തീരുവാൻ സാധിച്ചെങ്കിൽ മാത്രമേ അവരെ അവരുടെ പടുകുഴിയിൽ നിന്ന് കയറ്റുവാനായിട്ട് കഴിയുകയുള്ളൂ. പലപ്പോഴും നമ്മൾ മറ്റുള്ളവരെ നോക്കുമ്പോൾ അവരെ വിധിക്കപ്പെടുന്നുണ്ട്. മറ്റുള്ളവരെ കാണുമ്പോൾ നമ്മൾ യാതൊരു തത്വദീക്ഷയും ഇല്ലാതെ അവരെ കൊച്ചാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്കറിയാം, നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഇന്നത്തെ കാലഘട്ടം പച്ചവെള്ളത്തിന് തീപിടിക്കുന്ന കാലഘട്ടമാണ്. ഇന്നത്തെ കാലഘട്ടം പച്ചവെള്ളത്തിന് തീപിടിക്കുന്നതിന്റെ കാലമായതിന്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ, മനുഷ്യൻ മറ്റുള്ളവനെ നോക്കുന്നത് അവനെ കൊച്ചാക്കുന്നതിന് വേണ്ടിയും അവനെ വിധിക്കുന്നതിന് വേണ്ടിയും അവനെ വശീകരിക്കുന്നതിന് വേണ്ടിയും അവനെ നിർവചിക്കുന്നതിന് വേണ്ടിയുമാണ്. അതുകൊണ്ട് നിർവചിക്കേണ്ടുന്നതും വശീകരിക്കേണ്ടുന്നതും അവനെ കൊച്ചാക്കേണ്ടുന്നതും അല്ല നമ്മുടെ നിയോഗം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം നമ്മൾ നിൽക്കുന്ന ഭാരത സാഹചര്യത്തിനകത്ത്, ഇന്നത്തെ ഭാരത പശ്ചാത്തലത്തിനകത്ത് നമ്മൾ വർഗങ്ങളായി മനുഷ്യരെ തിരിച്ചിരിക്കുകയാണ്. മനുഷ്യത്വത്തെ ഇന്ന് വർഗങ്ങളായിട്ട് തിരിച്ചിരിക്കുകയാണ്. നമ്മുടെ പ്രധാനമന്ത്രി പറയും മേരാ ഭായിയും അൻ ബഹനോ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയും, എന്താണെന്നറിയാമോ, ഞങ്ങൾ കുറച്ചുപേർ ഒഴിച്ച് ബാക്കി എല്ലാവരും അവരുടെ കയ്യിലിരിക്കുന്ന പണം മുഴുവൻ ബ്ലാക്ക് മണിയാണ്. ബ്ലാക്ക് മണിയാണ്. ബ്ലാക്ക് മണി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, കള്ളപ്പണമാണ്. എന്നാൽ കുറച്ചുപേരുടെ കൈവശം മാത്രമുള്ള പണം മാത്രമേ ഉള്ളൂ നല്ല പണം. ബാക്കിയുള്ളവരുടെ പണമെല്ലാം ബ്ലാക്ക് മണിയാണ്. പക്ഷെ 4 വർഷം കഴിഞ്ഞിട്ട് നമുക്കറിയാം എത്രമാത്രം ബ്ലാക്കും വൈറ്റും മാറ്റി എന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് വേറൊരുവനെ നോക്കിയിട്ട് അവന്റെ അസ്തിത്വത്തെ കൊച്ചാക്കി കാണുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. ഇനി നമ്മൾ നമ്മുടെ സമൂഹത്തിലേക്ക് നോക്കിയാൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് എന്താണെന്നറിയാമോ? ആരാധനാലയങ്ങളിൽ പോകുവാൻ പോലും നമ്മുടെ ദൈവം തമ്പുരാൻ തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ചിരിക്കുന്ന ദൈവത്തിന്റെ മക്കൾക്ക് കഴിയാൻ പാടില്ലാത്ത ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഞാനിത് ഈ ഒരു സമൂഹത്തിന്റെ ഭാഗമായിട്ട് മാത്രം പറയുകയൊന്നുമല്ല. എന്ന് പറഞ്ഞാൽ ദൈവം തമ്പുരാൻ ആണിനെയും പെണ്ണിനെയും തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ചുവെങ്കിലും മനുഷ്യൻ ചില വേർതിരിവുകളും ചില അതിർവരമ്പുകളും നിർമ്മിച്ചിട്ട് മനുഷ്യൻ പറയുകയാണ്, നിങ്ങൾക്ക് ഇവിടം വരെ പറ്റത്തുള്ളൂ, നിങ്ങൾക്ക് അവിടം വരെ പറ്റത്തുള്ളൂ എന്ന് പറയുന്ന ഒരു തരത്തിലുള്ള വർഗീകരണത്തിന്റെ കാലഘട്ടത്തിലേക്ക് പോവുകയാണ്.
ഇനി മൂന്നാമത് ഈ കാലഘട്ടത്തെ നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ മതത്തിന്റെ പേരിൽ മറ്റുള്ളവനെ കശാപ്പ് ചെയ്യുവാൻ തക്കവണ്ണം തയ്യാറാകുന്ന ഒരു ദുർഗതിയിലൂടെ പോവുകയാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ കണ്ണിലൂടെ എനിക്കിഷ്ടമല്ലാത്തതിനെ കാണുന്നതിനെ മുഴുവൻ നിഗ്രഹിക്കുവാൻ ഒരുങ്ങുന്ന ഒരുതരം കഠിനമായ ഒരു കാലഘട്ടത്തിലൂടെ പോകുമ്പോഴാണ് നമ്മുടെ കർത്താവ് നമ്മളോട് പറയുന്നത്, നിങ്ങൾ മറ്റുള്ളവരെ നോക്കേണ്ടുന്നത് ഞാൻ നോക്കിയതുപോലെ നോക്കുവാനായിട്ട് കഴിയണം. കർത്താവ് നോക്കിയതുപോലെ മറ്റുള്ളവരെ നോക്കുവാൻ നമുക്ക് കഴിയണം. കർത്താവ് നോക്കിയതുപോലെ മറ്റുള്ളവരെ എങ്ങനെ നോക്കുവാൻ കഴിയുമെന്ന് ചോദിച്ചാൽ, കർത്താവ് നോക്കിയത് ഒന്നാമത് ദുഃഖത്തിലിരിക്കുന്നവനെ മാത്രമാണ് നോക്കിയത്. നിങ്ങൾക്കറിയാമല്ലോ, ഈ സാഹചര്യം നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കിയാൽ നമ്മളെ വളരെയധികം സ്വാധീനിക്കുന്ന സാഹചര്യമാണ്. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്, കർത്താവ് തന്റെ ഭവനത്തിന്റെ അടുക്കലുള്ള പള്ളിയിൽ ചെന്നു, നസറത്തിലെ ദേവാലയത്തിൽ ചെന്നു. നസറത്തിലെ ദേവാലയത്തിൽ ചെന്നിട്ട് താൻ വേദപുസ്തകം വായിച്ചു. അത് നിങ്ങൾക്കറിയാം, ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും കർത്താവിന്റെ പ്രസാദവർഷം പ്രസംഗിച്ചറിയിപ്പാനും ദൈവത്തിന്റെ ആത്മാവിനെ അഭിഷേകം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ് ജനം മുഴുവൻ കർത്താവിനെ കണ്ട് കർത്താവ് നേരെ നസറത്തിൽ നിന്ന് കപ്പർന്നഹൂമിലേക്ക് പോവുകയാണ്. അവിടെ കപ്പർന്നഹൂമിൽ പോയി പത്രോസിന്റെ അമ്മായിയമ്മയെ സൗഖ്യപ്പെടുത്തുന്നു. അത് കഴിഞ്ഞതിന് ശേഷം യേശുക്രിസ്തു പലരെയും സൗഖ്യപ്പെടുത്തുന്നു. അങ്ങനെ പലരെയും സൗഖ്യപ്പെടുത്തുമ്പോ ജനം തിരിച്ചറിയുന്നു, ഇവൻ സാക്ഷാൽ മശിഹായാണ്. ഇവൻ സാക്ഷാൽ മശിഹായാണ്. മശിഹായുഗത്തിന്റെ ലക്ഷണമായ സൗഖ്യദായക ശുശ്രൂഷ നടക്കുന്നു എന്ന് കണ്ടപ്പോ ജനം മുഴുവൻ കർത്താവിന്റെ പുറകെ ഇറങ്ങിപ്പുറപ്പെടുകയാണ്. അങ്ങനെ കർത്താവിന്റെ പുറകെ ഇറങ്ങിപ്പുറപ്പെട്ട ഒരു ജനം ഇതാ കർത്താവ് ഗനസരേത്ത് തടാകത്തിന്റെ കരയിലേക്ക് പോകുന്നു എന്ന് കണ്ടപ്പോ കർത്താവിന്റെ വചനം കേൾക്കുവാൻ ഉത്സവത്തിന്റെ പ്രതീതിയിൽ കർത്താവിന്റെ പുറകെ പോവുകയാണ്. അങ്ങനെ സന്തോഷത്തോടുകൂടെ ഉത്സവത്തിന്റെ പ്രതീതിയിൽ ഗനസരേത്ത് തടാകത്തിന്റെ കരയിലേക്ക് പോകുന്ന ഒരു കൂട്ടം പുരുഷാരത്തിന്റെ കടുക്കലേക്കല്ല നമ്മുടെ കർത്താവിന്റെ കണ്ണുപോയത്. മറിച്ച് നമ്മുടെ കർത്താവിന്റെ കണ്ണുപോയത് രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ജീവിതത്തിന്റെ വിഷമത്തിന്റെ സന്ധിയിലൂടെ കടന്നു പോകുന്ന പത്രോസിന്റെയും യാക്കോബിന്റെയും യോഹന്നാന്റെയും മുഖത്തേക്കാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കാൽവറിയിൽ നമുക്ക് വേണ്ടി നിലവിളിച്ചവനായ കർത്താവ് നമ്മുടെ നിലവിളിയെ കേൾക്കുവാൻ കഴിയുന്നവനാണ് എന്നുള്ള വസ്തുത ഈ വേദഭാഗം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ നിലവിളിയുടെ സാഹചര്യത്തെ ദൈവം തമ്പുരാൻ സാധ്യതകളുടെ സാഹചര്യമാക്കി മാറ്റുവാൻ കഴിയുന്നവനാണ് എന്ന് ഈ വേദഭാഗം കർത്താവിന്റെ കാഴ്ചയിലൂടെ നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. വേദപുസ്തകം നമ്മൾ നോക്കുമ്പോൾ കാണാം, ഈ വേദപുസ്തകത്തിനകത്ത് നമ്മൾ പരിശോധിക്കുമ്പോൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നമ്മൾ കാണുന്നത്, കർത്താവ് കണ്ടത് ആരെയാണെന്നറിയാമോ? എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു, എന്റെ ജനത്തിന്റെ കരച്ചിൽ ഞാൻ കേട്ടു. ആരാന്നറിയാമോ? മിസ്രയീമിന്റെ അടിമത്വത്തിൽ കിടന്ന്, ഫറവോന്റെ അടിമത്വത്തിൽ കിടന്ന് കഷ്ടത അനുഭവിക്കുന്ന അവരുടെ മക്കളെ പോലും കാണുവാനോ അവരെ കരുതുവാൻ പോലും സാധ്യതയില്ലാതെ ജീവിച്ചിരുന്ന കഷ്ടതയുടെ തീച്ചുളയിലൂടെ കടന്നുപോയ ആളുകളോടാണ് കർത്താവ് പറഞ്ഞത്, എന്റെ സ്വന്തം ജനമെന്ന് പറയുന്നത് ഈ മിസ്രയീമിന്റെ രാജാവോ ഫറവോനോ ഒന്നുമല്ല, മറിച്ച് എന്റെ ജനമെന്ന് പറയുന്നത് ആരാന്നറിയാമോ? സാക്ഷാൽ കഷ്ടപ്പെടുന്ന ഈ മനുഷ്യരാണെന്ന് പറയുകയാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പഴയ നിയമത്തിനകത്ത് യഹോവ എന്ന് പറഞ്ഞാൽ ആരാന്നറിയാമോ? യഹോവ എന്ന് പറഞ്ഞാൽ കഷ്ടപ്പെടുന്നവന്റെ മുഖത്ത് ദൈവപുത്രത്വത്തിന്റെ സന്തോഷവും ദൈവപുത്രത്വത്തിന്റെ മാസ്മരികമായ അനുഭവവും കണ്ടതാണ് പഴയ നിയമത്തിലെ അനുഭവം എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് നമ്മൾ ഈ പുതിയ നിയമത്തിലും കാണുന്നത്. പുതിയ നിയമത്തിൽ എന്താണെന്നറിയാമോ? പുതിയ നിയമത്തിൽ മുക്കുവനായിട്ട് കിടക്കുന്ന ഈ പത്രോസിന്റെ അടുക്കൽ കർത്താവ് ചെന്നിട്ട് അവന്റെ മുഖത്ത് നോക്കുകയാണ്. സന്തോഷത്തിലിരിക്കുന്നവരുടെ മുഖത്തല്ലാതെ ദൈവം തമ്പുരാൻ നോക്കുന്നത് ദുഃഖത്തിലിരിക്കുന്നവന്റെ മുഖത്താണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാ കർത്താവ് ദുഃഖത്തിലിരിക്കുന്നവന്റെ മുഖത്ത് നോക്കിയതെന്നറിയാമോ? കർത്താവ് ദുഃഖത്തിലിരിക്കുന്നവന്റെ മുഖത്ത് നോക്കിയതിന്റെ കാരണം, കർത്താവ് ദുഃഖത്തിന്റെ താഴ്വരയിലൂടെ കടന്നുപോയവനാണ്. നിലവിളി ഞാൻ കേൾക്കുന്നേ ക്രൂശിൽ അലറും നദിലൻ രക്ഷകൻ താൻ,
മുറവിളിയും കേൾക്കും നേരാവീടേ ശരണമെനിക്കായി നേടിയ പിൻ വരുന്നിതാ ഞാൻ യേശുവേ നിന്നാരികിൽ കുരിശതിൽ നിന്നെ ഞാൻ കാണുന്നു സ്നേഹിച്ചൻ റിപുകളയോടൂക്കി ശരണമെനിക്കായി നേടിയ പിൻ നമ്മളെ രക്ഷിക്കുന്നതിന് വേണ്ടി കാൽവറിയിൽ നിലവിളിയേറ്റവനാണ് സർവശക്തനായ ദൈവം തമ്പുരാൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ നിലവിളിയെ കേൾക്കുവാൻ ആർക്ക് കഴിയുമെന്ന് അറിയാമോ? സർവശക്തനായ കർത്താവിന് കഴിയും എന്നീ വേദഭാഗം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് ഞാൻ പറയാൻ ശ്രമിച്ചത് എന്തെന്ന് ചോദിച്ചാൽ, നിലവിളികളുടെ സാഹചര്യം നിലനിൽക്കുന്ന ഒരു സാമൂഹിക രാഷ്ട്രീയ പരിതസ്ഥിതിയിൽ നിൽക്കുമ്പോൾ സർവശക്തനായ ദൈവം തമ്പുരാൻ ഇടപെടുന്നതും നോക്കുന്നതും ആരുടെ മുഖത്തേക്കെന്ന് നോക്കിയാൽ അവരെ കഷ്ടപ്പെടുത്തുന്നവരുടെ മുഖത്തേക്കല്ല, ഉല്ലസിച്ചിരിക്കുന്നവരുടെ മുഖത്തേക്കല്ല, അധികാരത്തിന്റെ തിമിർപ്പിലിരിക്കുന്നവരുടെ മുഖത്തേക്കല്ല, മറിച്ചാരുടെ മുഖത്തേക്കാണെന്നറിയാമോ? കഷ്ടപ്പെടുന്നവന്റെ മുഖത്തേക്കാണെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ നമ്മൾ ഈ വേദഭാഗത്ത് കാണുമ്പോൾ ദൈവം തമ്പുരാൻ വളരെ സന്തോഷത്തോടുകൂടെ ആരുടെ അടുക്കലേക്ക് ചെല്ലാന്നറിയാം. പുരുഷാരം അവിടെ നിൽപ്പുണ്ട്, പക്ഷെങ്കിൽ പുരുഷാരത്തെ നോക്കാതെ ദൈവം തമ്പുരാൻ നേരെ സന്തോഷത്തോടുകൂടെ ആരുടെ അടുക്കലേക്ക് പോകാന്നറിയാം. ആരുടെ അടുക്കലേക്കാ പോകുന്നത്? ഈ വേദഭാഗം നിങ്ങൾക്ക് അറിയാം. യേശു കർത്താവ് നേരെ പത്രോസിന്റെ വള്ളത്തിന്റെ അടുക്കിലേക്ക് പോയി. അന്നേരം പത്രോസ് അവിടെ എന്തെടുത്തോണ്ടിരിക്കുകയായിരുന്നു? കൺവെൻഷനകത്ത് ചോദ്യമില്ലെന്ന് എനിക്കറിയാം. എന്തെടുത്തോണ്ടിരിക്കുകയായിരുന്നു? വല നന്നാക്കുമായിരുന്നു, വല കഴുകുമായിരുന്നു? വല കഴുകുമായിരുന്നു. ഓക്കെ, വല കഴുകിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനാ വല കഴുകിക്കൊണ്ടിരിക്കുന്നത്? വല കഴുകി എങ്ങനെങ്കിലും വീട്ടിൽ പോയി ഒരു കട്ടൻ കാപ്പി കുടിക്കാമെന്ന് കണ്ടിരിക്കുകയാണ്. പത്രോസ് കട്ടൻ കാപ്പി കുടിക്കുമെന്ന് എനിക്കറിയത്തില്ല, എന്നാൽ ഞാനൊക്കെ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. കട്ടൻ കാപ്പി കുടിക്കാമെന്ന് കണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കർത്താവ് വളരെ പെർട്ടിക്കുലർ ഇന്റൻഷനോടുകൂടെ പത്രോസിനെ തന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി കൊള്ളാവുന്നവനാക്കി തീർക്കുവാൻ ഒരുങ്ങുകയാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ജീവിതത്തിന്റെ ഏതെങ്കിലും ഫ്രസ്ട്രേറ്റീവ് അനുഭവത്തിലൂടെ, ഫ്രസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ദുഃഖാനുഭവങ്ങളിലൂടെ, ദുരിതാനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവരുടെ അടുക്കലേക്ക് ദൈവം തമ്പുരാൻ ചെന്നിട്ട് അവരെ ശുശ്രൂഷയ്ക്ക് കൊള്ളാവുന്നവരാക്കി എന്തോ ചെയ്യാന്നറിയാമോ? രൂപപ്പെടുത്തുകയാ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ വേദഭാഗത്ത് കാണുന്നത് ദൈവം തമ്പുരാൻ നേരെ ഇവരുടെ ആരുടെയും മുഖത്തേക്ക് നോക്കാതെ ദൈവം തമ്പുരാൻ നേരെ പത്രോസിന്റെ മുമ്പിലേക്ക് ചെന്ന് പത്രോസിന്റെ അനുവാദം കൂടാതെ ബാക്കി പൂരിപ്പിക്കാം, പത്രോസിന്റെ വള്ളത്തിനകത്തേക്ക് കയറുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദുഃഖത്തിന്റെ സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ അനുവാദം കൂടാതെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലേക്ക് ഇറങ്ങി വരുന്നവനാണ് ദൈവം തമ്പുരാൻ എന്നീ വേദഭാഗം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇത് ദൈവം തമ്പുരാൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് എന്തെന്ന് ചോദിച്ചാൽ 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ദുഃഖത്തിന്റെ സാഹചര്യത്തിനകത്ത് നിനക്ക് ദൈവിക ശുശ്രൂഷയ്ക്ക് വേണ്ടി നിന്റെ ഉള്ള വിഭവം പങ്കുവയ്ക്കുവാൻ കഴിയുമോ? പത്രോസിനെ സംബന്ധിച്ചിടത്തോളം പത്രോസിന് ആകെ ഉള്ളത് എന്ത് മാത്രമേ ഉള്ളൂ? വലയും വള്ളവും മാത്രമേ ഉള്ളൂ. അങ്ങനെ വലയും വള്ളവും മാത്രം എന്ന് പറയുമ്പോൾ വലയും വള്ളവും ഇക്കണോമിക്സ് ടേമിൽ പറഞ്ഞാൽ പത്രോസിനെ സംബന്ധിച്ചിടത്തോളം പത്രോസിന്റെ എന്താണ്? എല്ലാ സ്വത്താണ്, അവന്റെ ക്യാപിറ്റലാണ്, മൂലധനമാണ്. മാക്സ് വെബറിന്റെ ഭാഷയിൽ പറഞ്ഞാൽ മൂലധനമാണ് എല്ലാ മനുഷ്യന്റെയും അസ്തിത്വത്തിന്റെ അടിസ്ഥാനം. കാൾ മാർക്സിന്റെ ഭാഷയിൽ പറഞ്ഞാൽ എല്ലാ വ്യവഹാരങ്ങളുടെയും അടിത്തറ എന്ന് പറയുന്നത് ഏതാണെന്നറിയാമോ? ഇക്കണോമിക്സ് ആണ്, സമ്പത്താണ്, സാമ്പത്തിക ധനതത്വശാസ്ത്രമാണ്. അങ്ങനെയെങ്കിൽ കർത്താവ് അവന്റെ വള്ളത്തിനകത്തോട്ട് കയറിയിട്ട് അവനോട് ആവശ്യപ്പെടുകയാണ്, കുഴച്ചിലുകളുടെ മധ്യത്തിൽ നിന്റെ വിഭവം എന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി തരുവാൻ കഴിയുമോ? കുഴച്ചിലുകളുടെ മധ്യത്തിൽ നിന്റെ വിഭവം എനിക്ക് ശുശ്രൂഷയ്ക്ക് വേണ്ടി തരുവാൻ കഴിയുമോ? എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ പലപ്പോഴും വിചാരിക്കും കർത്താവിന് ശുശ്രൂഷ ചെയ്യുവാൻ കഴിയുന്നത്, കർത്താവിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി നമ്മളെ ഏൽപ്പിക്കുവാൻ കഴിയുന്നത് നമ്മളെല്ലാം സന്തോഷത്തോടുകൂടെ ഇരിക്കുമ്പോഴാണെന്ന്. അങ്ങനെയല്ല. മറിച്ച് ദൈവം തമ്പുരാൻ നമ്മളോട് ആവശ്യപ്പെടുന്നത്
നമ്മുടെ കുഴച്ചിലുകളുടെ മധ്യത്തിൽ, നമ്മുടെ പ്രയാസങ്ങളുടെ മധ്യത്തിൽ, നമ്മുടെ വേദനകളുടെ മധ്യത്തിൽ, നമ്മുടെ നിരാശയുടെ മധ്യത്തിൽ, നമ്മുടെ ജീവിതത്തിന്റെ കഷ്ടതയുടെയും കൈപ്പേറിയ അനുഭവത്തിന്റെ മധ്യത്തിൽ നമ്മുടെ വിഭവം കർത്താവിന് വേണ്ടി പങ്കുവയ്ക്കുവാൻ നമുക്ക് കഴിയുമോ? കർത്താവിന് വേണ്ടി പങ്കുവെക്കുവാൻ കഴിഞ്ഞാൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുമെന്നറിയാം? കർത്താവിനോട് കൂടെ ചേർന്ന് ശുശ്രൂഷ നിർവഹിക്കാനായിട്ട് സാധിക്കും. ഇവിടെ വേദപുസ്തകം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് പത്രോസ് വള്ളത്തിനകത്തോട്ട് ആധികാരികതയോടെ കർത്താവ് പ്രവേശിക്കുന്നത്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കണം. എന്റെ വണ്ടിക്കകത്തോട്ട് ആധികാരികതയോട് കയറണമെങ്കിൽ എന്തോ വേണം? ഉദാഹരണം പറഞ്ഞാൽ, ഇവിടുന്ന് വഴിയെ ആരെങ്കിലും വന്ന് ആധികാരികതയോട് എന്റെ വണ്ടിക്കകത്തോട്ട് കയറുമോ? കയറത്തില്ല. ആധികാരികതയോട് കയറണമെങ്കിൽ അതിന്റെ അർത്ഥം എന്തുവാ? ഞാനും ആ കയറുന്ന ആളും തമ്മിൽ ഉപദേശി മുമ്പിലിരിപ്പുണ്ട്, നല്ല അടുത്ത ബന്ധം വേണം. അങ്ങനെങ്കിൽ ദൈവം തമ്പുരാൻ പത്രോസിനെ ഇതിനു മുമ്പ് കർത്താവിനെ അറിയത്തൊന്നുമില്ല. ആകെ അറിയാമെങ്കിൽ പത്രോസിന് കർത്താവിനെ അറിയാമായിരിക്കും. കാരണം പത്രോസിന്റെ അമ്മായിയമ്മയെ ആര് സൗഖ്യപ്പെടുത്തിയിട്ടുണ്ട്? കർത്താവ് സൗഖ്യപ്പെടുത്തിയിട്ടുണ്ട്. കർത്താവിന് ഒരുപക്ഷെ ഈ പത്രോസിനെ അറിയാമായിരിക്കില്ല. എന്നാൽ കർത്താവിന് പത്രോസിനെ അറിയാം. കാരണം അവൻ പൂർണ്ണ ദൈവവും അവൻ പൂർണ്ണ മനുഷ്യനുമാകയാൽ പത്രോസിന്റെ ഹൃദയ വിചാരങ്ങളെ മുഴുവൻ അറിയുന്നവനായ ദൈവമാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഹൃദയ വിചാരങ്ങളെ മാത്രമല്ല, പത്രോസിന്റെ ജീവിതവും പത്രോസിന്റെ വിഭവവും പത്രോസിന്റെ താലന്തും എല്ലാം സർവശക്തനായ ദൈവം തമ്പുരാന്റേതാണെന്ന് ആധികാരികതയോടുകൂടി പറയുകയാണ്. അതുകൊണ്ട് ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് പറയുന്നത് ഇത് തന്നെയാണ്. ഞാനും എനിക്കുള്ള സർവസ്വവും എൻ്റെ വിഭവങ്ങളും എൻ്റെ ജീവിതവും എൻ്റെ കുടുംബവും എൻ്റെ ബുദ്ധിയും എൻ്റെ ശക്തിയും ജീവിതത്തിന്റെ എല്ലാ അനുഭവങ്ങളും സർവശക്തനായ ദൈവം തമ്പുരാന്റേതാണെന്ന് തിരിച്ചറിയുവാൻ നമുക്ക് കഴിയുമെങ്കിൽ, സർവശക്തനായ ദൈവം തമ്പുരാന് വേണ്ടിയാണ് എൻ്റെ ആരോഗ്യവും എൻ്റെ ജീവിതത്തിന്റെ എല്ലാ അനുഭവങ്ങളും എന്ന് നമുക്ക് പറയുവാനായിട്ടും ദൈവത്തിന് സമർപ്പിക്കാനായിട്ടും സാധിക്കും. അതുകൊണ്ട് കർത്താവ് ആധികാരികതയോട് പ്രവേശിക്കുക. എന്തുകൊണ്ടാണ് ആധികാരികതയോടുകൂടെ പ്രവേശിച്ചത്? ആധികാരികതയോടുകൂടെ പ്രവേശിച്ചതിന്റെ കാരണം പത്രോസ് ആരുടെ സാദൃശ്യമാണെന്ന് അറിയാമോ? ആരുടെ സാദൃശ്യമാണ്? ദൈവത്തിന്റെ സാദൃശ്യമാണ്. ദൈവം തമ്പുരാൻ മനുഷ്യനെ ഒരുപടി മണ്ണെടുത്ത് മെനഞ്ഞുണ്ടാക്കിയിട്ട് അവന്റെ ഉള്ളിൽ, അവന്റെ മൂക്കിലേക്ക് അവനെ തന്റെ സാദൃശ്യത്തിനും സ്വരൂപത്തിനും നിർമ്മിച്ചിട്ട് അവന്റെ മൂക്കിലേക്ക് ഊതി, അവന്റെ ശ്വാസം ഊതി. അങ്ങനെയെങ്കിൽ എന്റെ ജീവന്റെ ശ്വാസവും പ്രിയപ്പെട്ട എന്റെ സഹോദരൻ അച്ഛൻ ജോസഫ് അച്ഛന്റെ ജീവന്റെ ശ്വാസവും എന്റെ ഉണ്മയും അച്ഛന്റെ ഉണ്മയും നിങ്ങളുടെ ഉണ്മയും എല്ലാം തന്നെ ആരുടേതാണെന്ന് അറിയാമോ? എനിക്ക് വേണ്ടി കാൽവറിയിൽ പരമയാഗമായി തീർന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഇമേജാണ്, സാദൃശ്യമാണ്. അവന്റെ സാദൃശ്യത്തിന്റെയും അവന്റെ ഉണ്മയിലും ദൈവം തമ്പുരാൻ നമ്മളെ സൃഷ്ടിക്കപ്പെട്ട് ഇവിടെ ആക്കിയിരിക്കുന്നത് കൊണ്ട് ഞാൻ എന്റേതല്ല, മറിച്ച് സർവശക്തനായ ദൈവം തമ്പുരാന്റേതാണ്. ഞാൻ എന്റേതല്ല, എന്റേതൊന്നും എന്റേതല്ല. അത് ആരുടേതാണെന്ന് അറിയാമോ? സർവശക്തനായ ദൈവം തമ്പുരാന്റേതാണ്. അതുകൊണ്ട് ദൈവം തമ്പുരാന് ഈ സകലത്തിന്റെ മേലും ആധികാരികതയുണ്ട്. അതുകൊണ്ട് ആ ദൈവം തമ്പുരാൻ, ഞാൻ ഇങ്ങോട്ടൊന്ന് കയറിക്കോട്ടേടാന്ന് ചോദിച്ചൊന്നും അത് കയറുന്നത് എങ്ങനെയാ ചോദിക്കുന്ന അറിയാമോ? അവനോട് ചോദിക്കാതെ ആധികാരികതയോടുകൂടെ വെള്ളത്തിൽ കയറുകയാണ്. കാരണം അവന്റെ ജീവിതത്തെയും അവന്റെ സകലത്തിന്റെയും അടിസ്ഥാനവും അസ്തിത്വവും ആര് തന്നെയാണെന്നറിയാമോ? സർവശക്തനായ ദൈവം തമ്പുരാൻ തന്നെയാണ്. അങ്ങനെങ്കിൽ ആധികാരികതയോടുകൂടെ പ്രവേശിക്കുക. ആധികാരികതയോടുകൂടെ പ്രവേശിച്ചിട്ട് കർത്താവ് പറയുകയാണ്, ഈ കുഴച്ചിലുകളുള്ള ലോകത്തിനകത്ത് എന്തോ ഉണ്ട്? പാപമുള്ള ലോകത്തിനകത്ത് പാപത്തിൻ്റെതായ കുഴച്ചിലുകളുമുണ്ട്. അതുകൊണ്ട് പാപമുള്ള ലോകത്തിനകത്ത് പാപത്തിൻ്റെതായ കുഴച്ചിലുകൾ ഉള്ളതുകൊണ്ട് ആ കുഴച്ചിലുകളിൽപ്പെട്ട് നിന്റെ ജീവിതം അവിടെ കിടക്കാനോ നിരാശപ്പെടാനോ ഉള്ളതല്ല, മറിച്ച് നിന്റെ ജീവിതവും നിന്റെ വിഭവവും എന്റെ ശുശ്രൂഷയുടെ പങ്കുകാരനായി തീരുന്നതിന് വേണ്ടിയാണ്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. എന്റെ ജീവിതത്തിന്റെ പങ്കുകാരനായി തീരുവാനായിട്ടാണ്. കഴിഞ്ഞ ദിവസം മാർത്തോമ വൈദിക സെമിനാരിയിലെ ഈ സെർമൺ ക്ലാസ്, പ്രസംഗത്തിന്റെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം രാവിലെ വർഷിപ്പ് നടത്തിയ ഒരു സ്റ്റുഡന്റ്, പേര് ഞാൻ പറയുന്നില്ല, ഒരു സ്റ്റുഡന്റ്
വർഷിപ്പ് തുടങ്ങുന്നതിന് മുമ്പ് സാധാരണഗതിയിൽ എല്ലാം എഴുതി വളരെ കൃത്യമായിട്ട് ഫാക്കൽറ്റി അച്ഛന്മാർ, ഞങ്ങൾ അച്ഛന്മാരെ കൊണ്ട് ആരെയും കൊണ്ടെങ്കിലും നോക്കിപ്പിച്ച് ഞങ്ങൾ കറക്ഷനൊക്കെ കൊടുത്ത് എഴുതി വായിക്കുക ചെയ്യുന്നു. അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, ഇന്ന് എൻ്റെ ജന്മദിനമാണ്. പക്ഷേ എൻ്റെ അപ്പനും അമ്മയും ഒരു ദിവസം 10-20 വർഷങ്ങൾക്ക് 20-22 ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല, വർഷങ്ങൾക്ക് മുമ്പ് ഈ ഡൽഹിയിലെ ഓൾ ഇന്ത്യ മെഡിക്കൽ സയൻസിന്റെ മുമ്പിൽ നിന്ന് ഡോക്ടർ അവരോട് പറഞ്ഞു, എന്നെ കിട്ടത്തില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ട് എൻ്റെ ജീവിതം ഇന്ന് ദൈവം തമ്പുരാൻ 25 വർഷം എനിക്ക് ദാനമായി നൽകിയതിന്റെ സ്മരണയാണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തുടങ്ങിയത്. എക്സാക്ട് വേർഡിംഗ് അല്ല ഞാൻ പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത്. എനിക്ക് അദ്ദേഹത്തെ അറിയാം, നിങ്ങൾക്കറിയാമല്ലോ, ഞാനവിടെ അധ്യാപകനായതുകൊണ്ട് എനിക്കറിയാം. അദ്ദേഹം നല്ല ഉന്നതമായ ഒരു കമ്പനിയിൽ ജോലി ചെയ്തിട്ട് ആ ജോലി കളഞ്ഞിട്ട് ശുശ്രൂഷയ്ക്ക് വന്നതാണ്. ഉന്നതമായ ഒരു കമ്പനിയിൽ നല്ല ശമ്പളമൊക്കെ മേടിച്ചുകൊണ്ട് വന്ന ആളാണ്. ഞാൻ എന്തിനാ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ എൻ്റെ ആത്മാവെ നിന്നോട് ചേരുവാൻ എന്തോ ചെയ്യുന്നു, ഞാൻ കാംക്ഷിക്കുന്നു എന്നുള്ള അനുഭവമാണ്. അതിന്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ, നമ്മളും ദൈവവും തമ്മിൽ അണമുറിയാത്ത ഒരു എന്തുണ്ട്, ബന്ധമുണ്ട്. അതാണ് പിരിയാബന്ധം എന്ന് പറയുന്നത്. നമ്മളും ദൈവവും തമ്മിൽ നമുക്ക് അണമുറിയാത്ത ഒരു ബന്ധമുണ്ട്. ആ ബന്ധത്തിന്റെ 2 അംശങ്ങളാണ് ഞാൻ പറഞ്ഞു. ഒന്ന്, ദൈവം തമ്പുരാൻ നമ്മളെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ചു. 2 എന്താണെന്നറിയാമോ, നമ്മൾ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ടവരാണെങ്കിലും നമ്മൾ പലപ്പോഴും കാണുന്നതിനകത്ത് വീണു പോകുന്നവരാണ്. അതുകൊണ്ടാണ് വാസ്തവമായി തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം ഭക്ഷിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പം എന്താ ചെയ്തു, ഒന്ന് അറച്ചു. അന്നേരം മറ്റേ പുള്ളി വളരെ നല്ല മിടുക്കനാണ്. അദ്ദേഹം പറഞ്ഞു, നീ അന്ന് കഴിക്കുന്ന നാളിൽ ഇത് ആരെ പോലായിത്തീരും, ദൈവത്തെ പോലായിത്തീരും. ഇത് കേട്ട മാർഗയിൽ ഏത് കാര്യം നമ്മൾ അങ്ങ് മറന്നു, ദൈവം പറഞ്ഞ കാര്യം അങ്ങ് മറന്നു. ദൈവം കാര്യം പറഞ്ഞത് മറന്നു. ഉടനെ നമ്മൾ എന്തോ ചെയ്തു, അത് പറിച്ചു കഴിച്ചു. ഈ സ്വഭാവം ആദാമിനും ഹവ്വായിക്കും മാത്രമല്ല, ആർക്കുമുണ്ട്. ഇവിടെ നിൽക്കുന്ന എനിക്കുമുണ്ട്, ഇരിക്കുന്ന നിങ്ങൾക്കുമുണ്ട്. ഈ സ്വഭാവമുണ്ട് എന്നുള്ളത് കൊണ്ട്, പാപത്തിന്റെ അംശം നമ്മളിൽ ഉള്ളത് കൊണ്ട്, സർവശക്തനായ ദൈവം തമ്പുരാൻ എന്റെയും നിങ്ങളുടെയും ലോകത്തിലുള്ള സകല ചരാചരങ്ങളുടെയും മനുഷ്യരുടെയും പാപത്തിന്റെ പരിഹാരത്തിനായിട്ട് എന്തോ ചെയ്തു, കാൽവറിയിൽ പരമയാഗമായിട്ട് തീർന്നു. അതുകൊണ്ട് നമ്മളും ദൈവവും തമ്മിൽ എന്തോ പൊരുത്തപ്പെട്ടിരിക്കുക, വളരെ ബന്ധപ്പെട്ടിരിക്കുക. അതുകൊണ്ടാണ് കർത്താവ് ആധികാരികതയോടുകൂടി അവന്റെ വള്ളത്തിലേക്ക് പ്രവേശിക്കുന്നത്. അവിടെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രികാലം ആധികാരികതയോടുകൂടെ നമ്മുടെ വിഭവങ്ങളിലേക്ക് കയറുവാൻ, നമ്മുടെ കർത്താവിന് അധികാരം കൊടുക്കുവാൻ ഇന്ന് നമുക്ക് കഴിയുമോ? നമ്മൾ പലപ്പോഴും വിഭവങ്ങളിൽ നമ്മുടെ മേൽ കയറാൻ ചിലപ്പോൾ ഇഷ്ടപ്പെടുമായിരിക്കും, പക്ഷെ നമ്മുടെ വിഭവങ്ങളെ തൊടുവാൻ നമുക്ക് ഇഷ്ടമല്ലായിരിക്കും. കർത്താവ് അതുകൊണ്ട് ആവശ്യപ്പെടുന്നത്, നിന്റെ കുഴച്ചിലുകളുടെ മധ്യത്തിൽ നിന്റെ വിഭവം എന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി പങ്കുവെക്കുവാൻ കഴിയുമോ എന്നുള്ളതാണ്. 2ാമത്, അത് പത്രോസ് ജയിച്ചു. സമയം മുമ്പോട്ട് പോകുന്നില്ല, പത്രോസ് ജയിച്ചു. എന്തിനാ കർത്താവ് എന്നിട്ട് അവനോട് എന്താ പറഞ്ഞെന്നറിയാമോ? എന്നിട്ട് അവനോട് 2 കാര്യം ആവശ്യപ്പെടുന്നു. അവനൊന്നും പറയാതിരിക്കുമ്പോൾ 2 കാര്യം ആവശ്യപ്പെടുന്നു. ഒന്ന്, നീ വള്ളം ഒരൽപ്പം കൂടെ മുമ്പോട്ട് നീക്കണം. എന്തിനു വേണ്ടിയാ? പ്രസംഗിക്കാൻ വേണ്ടിയാ. ആരോട് പ്രസംഗിക്കാനാ? ആഴത്തിലേക്ക് നീക്കാൻ പറഞ്ഞു. ആരോട് പ്രസംഗിക്കാനാ? പുരുഷാരത്തോട് നിങ്ങൾക്ക് വേദഭാഗം അറിയത്തില്ല? പുരുഷാരത്തോട് പ്രസംഗിക്കാൻ വേണ്ടിയാ. ഇപ്പൊ ഞാൻ പ്രസംഗിക്കുന്നത് തീർച്ചയായിട്ടും 1 മണിക്കൂർ കൊണ്ട് നിൽക്കും. പക്ഷെങ്കിൽ കർത്താവ് എത്ര മണിക്കൂർ കൊണ്ട് നിർത്തുമെന്നുള്ളത് അന്ന് വല്ലത് ക്ലിപ്തതയുണ്ടോ? ക്ലിപ്തതയില്ല. അങ്ങനെയെങ്കിൽ വീട്ടിൽ പോയി ഒരു കട്ടൻ കാപ്പി കുടിക്കാമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ഒരു മനുഷ്യനോട് അവന്റെ അനുവാദം കൂടാതെ അവന്റെ വള്ളത്തേൽ കയറിയിട്ട് അവനൊന്നും അനങ്ങിയില്ല. ഇപ്പോൾ അവനോട് പറയുകയാണ്, 2 കാര്യങ്ങൾ ഒരുമിച്ച് ആവശ്യപ്പെടുകയാണ്. ഒന്ന്, നിന്റെ സമയം എന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി പങ്കുവയ്ക്കുവാൻ കഴിയുമോ? വളരെ സിമ്പിൾ കാര്യമാണ്, എനിക്ക് വലിയ കാര്യമൊന്നും പറയാനില്ല. ഇവിടെ എന്താ പറയുന്നറിയാമോ? നിന്റെ സമയം എന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി പങ്കുവയ്ക്കുവാൻ കഴിയുമോ? അതോടുകൂടെ കർത്താവ് ചോദിക്കുന്നത്, നിന്റെ താലന്ത് എന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി പങ്കുവെക്കുവാൻ കഴിയുമോ? എന്തോ അവന്റെ താലന്ത്?
വള്ളം തുഴയുക. വള്ളം തുഴയുന്ന താലന്താണ്. ഇറ്റ്സ് എ ടെക്നോളജി, ഭയങ്കര ടെക്നോളജിയാണ്. കാരണം എന്നെ പറ്റും. ഇപ്പൊ എന്നോട് പറയാം പമ്പയാറ്റിൽ പോയി ഒരു വള്ളം തുഴയാൻ പറഞ്ഞാൽ മിക്കവാറും ജോസഫ് അച്ഛന് ഒരു ശുശ്രൂഷയ്ക്കുള്ള ഒരു അവസരം കിട്ടും എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണെന്നറിയാം. അപ്പൊ നിങ്ങൾക്ക് പിടി കിട്ടി, അതുകൊണ്ട് നിങ്ങൾ ഇപ്പൊ ചിരിച്ച്. കാരണം തീർച്ചയായിട്ടും വള്ളം തുഴയുക എന്ന് പറയുന്നത് ഒരു ടെക്നോളജിയാണ്. കർത്താവ് ആവശ്യപ്പെടുന്നത് നിന്റെ താലന്തും നിന്റെ വിഭവവും നിന്റെ സമയവും എനിക്ക് ശുശ്രൂഷയ്ക്ക് വേണ്ടി കുഴച്ചിലുകളുടെ മധ്യത്തിൽ തരുവാൻ കഴിയുമോ? അതുകൊണ്ട് ഇന്ന് രാത്രികാലം കർത്താവിന്റെ ശുശ്രൂഷയ്ക്ക് പങ്കുകാരനായി തീരുവാൻ നമുക്ക് ഇടവരണമെങ്കിൽ നമ്മുടെ കുഴച്ചിലുകളുടെ മധ്യത്തിലാണെങ്കിലും സന്തോഷത്തിന്റെ മധ്യത്തിലാണെങ്കിലും ഈ 3 കാര്യങ്ങളെ പങ്കുവയ്ക്കുവാൻ നമുക്ക് കഴിയണം. ഏതാ 3 കാര്യങ്ങൾ? നമ്മുടെ സമയം, നമ്മുടെ വിഭവം, നമ്മുടെ താലന്തുകൾ കൊടുക്കാൻ കഴിയണം. നമുക്ക് ഇന്ന് പറ്റിയിരിക്കുന്ന ഒരു കുഴപ്പം എന്നാന്ന് ചോദിച്ചാൽ, നമുക്കില്ലാത്തൊരു സാധനം എന്താണെന്നറിയാമോ? സമയമില്ലെന്ന് പറയും. അതായത് കഴിക്കാൻ സമയമില്ല, കുടിക്കാൻ സമയമില്ല എന്നൊക്കെ പറയും. എന്നാലും 110 കിലോയിൽ കൂടുതലായിരിക്കും വെയിറ്റ്. അതായത് കഴിക്കാൻ സമയമില്ല, കുടിക്കാൻ സമയമില്ല, പ്രാർത്ഥിക്കാൻ സമയമില്ല, പള്ളിയിൽ പോകാൻ സമയമില്ല, ഒന്നിനും സമയമില്ല. പക്ഷെങ്കിൽ ദൈവം തമ്പുരാൻ നമ്മളോട് പറയുകയാണ്, പത്രോസിനോട് പറയുന്നത്, നീ തീർച്ചയായിട്ടും ഓർക്കണം, യു റിമെമ്പർ ദാറ്റ് ഐ ആം ദ ലോർഡ് ഓഫ് ദ ടൈം. ഞാൻ സമയത്തിന്റെ നാഥനാണെന്നുള്ള അറിവ് നിനക്കുണ്ടാകണം. ഞാൻ സമയത്തിന്റെ നാഥനാണെന്ന് നിനക്ക് അറിയാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ നിന്റെ സമയം എന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി തരുവാൻ കഴിയുകയുള്ളൂ. എന്താണ് കർത്താവ് സമയത്തിന്റെ നാഥനാണെന്ന് പറയുന്നതിന്റെ കാരണം? ദൈവം തമ്പുരാനാണ് നമ്മുടെ സമയത്തിന്റെ നാഥൻ. ഞാനിത് പറയാതെ തന്നെ നിങ്ങൾക്ക് ഇതറിയാം. എന്നാലും ഞാനൊരു കാര്യം പറയാം. നമ്മൾ സാധാരണഗതി പ്രാർത്ഥിക്കും അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമെന്ന് പറയും. എന്തുവാ ഈ ഇസഹാക്കിന്റെ ജീവിതം എന്ന് പറഞ്ഞ, ഇസഹാക്കിന്റെ വിശ്വാസം എന്ന് പറഞ്ഞ, ഇസഹാക്ക് നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ഉദാഹരണം എന്തെന്ന് ചോദിച്ചാൽ സമയത്തിന്റെ നാഥൻ ദൈവം തമ്പുരാനാണെന്നുള്ള വസ്തുതയാണ്. അതായത് ദൈവം തമ്പുരാൻ അബ്രഹാമിനോട് പറഞ്ഞു, നിന്റെ വാർദ്ധക്യത്തിലെ സന്തതിയായ ഇസഹാക്കിനെ നീ മോറിയാമലയിൽ പോയി എന്തോ ചെയ്യണം? യാഗം കഴിക്കണം. 3 ദിവസം നടന്ന് യാത്ര ചെയ്ത് അവിടെ കൊണ്ടുപോയി യാഗപീഠത്തിന്മേൽ കൊച്ചിനെ കിടത്തി. യാഗപീഠത്തിൽ കിടക്കുന്ന കുഞ്ഞിനെ കിടത്തിയിട്ട് അബ്രഹാം വാളോങ്ങിയത് കഴിഞ്ഞപ്പോ എന്തോ സംഭവിച്ചു? അബ്രഹാമേ അബ്രഹാമേ എന്നുള്ളൊരു വിളി കേട്ടു. ആ വിളി ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് താമസിച്ചിരുന്നെങ്കിൽ ആര് കാണത്തില്ലായിരുന്നു? ഇസഹാക്ക് കാണത്തില്ലായിരുന്നു. നമ്മൾ ഈ പറഞ്ഞ വിശ്വാസം ഒന്നും കാണത്തില്ലായിരുന്നു. അങ്ങനെയെങ്കിൽ എ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിന്റെ നാഥൻ എന്ന് പറയുന്നത് ആരാ? സർവശക്തനായ ദൈവം തമ്പുരാനാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എന്റെ സമയദോഷമാണെന്ന് ഒരിക്കലും ക്രിസ്ത്യാനിക്ക് പറയുവാൻ കഴിയില്ല. കാരണം എന്റെ സമയത്തിന്റെ നാഥൻ ആരാണ്? എനിക്ക് വേണ്ടി കാൽവറിയിൽ പരമയാഗമായി തീർന്ന സർവശക്തനായ ദൈവം തമ്പുരാനാണ്. അതുകൊണ്ട് കാലങ്ങളെയും സമയങ്ങളെയും ശുദ്ധീകരിക്കുന്ന സർവശക്തനായ ദൈവം തമ്പുരാൻ നമ്മുടെ മുമ്പിലുള്ളപ്പോ കാലങ്ങളും സമയങ്ങളെയും ഓർത്ത് വ്യാകുലപ്പെടേണ്ടെന്ന ആവശ്യം ഒരു ക്രിസ്ത്യാനിക്ക് ഇല്ല. അതുകൊണ്ടാണ് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ പിതാക്കന്മാരായിട്ടുള്ള ഉപദേശിമാർ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്താ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് അറിയാമോ? നിങ്ങൾ കാലവും ഗുളികകാലവും മറ്റേ കാലവും ഒന്നും നോക്കേണ്ടെന്ന് ആവശ്യമില്ല. ആര് നമ്മളോട് കൂടെ ഉണ്ട്? നമ്മുടെ സമയത്തെ ശുദ്ധീകരിച്ച് സാക്രമെന്റൽ ടൈമായിട്ട് ആര് നമുക്ക് തന്നിട്ടുണ്ട്? ദൈവം തമ്പുരാൻ തന്നിട്ടുണ്ട്. ദൈവം എന്നോട് കൂടെ ഉണ്ടെങ്കിൽ ഞാനിവിടെ നിൽക്കുന്ന ഈ സമയവും ഞാൻ അവിടെ ഇരിക്കുന്ന ആ സമയവും ഞാൻ വീട്ടിലിരിക്കുന്ന സമയവും ദൈവത്താൽ ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്ന സമയമാണ്. അവൻ നമ്മളോട് കൂടെ ഉള്ളത് കൊണ്ട്, ദൈവത്താൽ ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്ന സമയം നമ്മളോട് കൂടെ ഉള്ളത് കൊണ്ട് നമ്മുടെ സമയത്തിന്റെ നാഥൻ ആരാന്നറിയാം? ദൈവം തമ്പുരാനാണ്. അതുകൊണ്ട് നമുക്ക് വ്യാകുലപ്പെടേണ്ടെന്ന് ആവശ്യമില്ല. ഇവിടെ പത്രോസിനോട് പറയാണ്, ദൈവം തമ്പുരാൻ പറയാണ്, അതുകൊണ്ട് നിന്റെ സമയം നിന്റേതല്ല, നിന്റെ സമയം ആരുടേതാണ്? എന്റേതാണ്. നിന്റെ സമയം എന്റേതല്ല, നിന്റെ സമയം നിന്റേതല്ല, പിന്നെ ആരുടേതാണ്? എന്റേതാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, 51ാമത്തെ കൺവെൻഷൻ നമ്മൾ ഒരുമിച്ച് ഇവിടെ കൂടി വന്നിരിക്കുകയാണല്ലോ. നമുക്ക് വാസ്തവമായിട്ട് പറയാൻ പറ്റുമോ
എന്റെ ദൈവം തമ്പുരാന്റെ സമയമല്ലാത്ത ഒരു സമയവും എനിക്ക് വേണ്ട എന്ന് പറയാൻ കഴിയുമോ? ചിലരെ സംബന്ധിച്ചിടത്തോളം പണമൊക്കെ കൂടി കഴിയുമ്പോഴത്തേനൊക്കെ ദൈവത്തെ കളഞ്ഞിട്ട് ഹാപ്പി അവർ എന്നും പറഞ്ഞൊരു സമയമുണ്ട്. ഹാപ്പി അവർ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? സന്തോഷത്തിന്റെ സമയം എന്ന് പറയാം. എന്തിനുള്ളതാന്ന് അങ്കിളൊക്കെ അറിയാമായിരിക്കും. എന്തായിരിക്കും? എന്തിനുള്ളതെന്ന് അറിയാമോ? കുടിച്ചു കൂത്താടാനുള്ള സമയമാണ്. പണമൊക്കെ കിട്ടിക്കഴിയുമ്പോ, പണമൊക്കെ ആയി കഴിഞ്ഞു കഴിയുമ്പോ പ്രാർത്ഥനയ്ക്കുള്ള സമയം അങ്ങ് കുറഞ്ഞു കഴിഞ്ഞതിന് ശേഷം കൂട്ടുകാരും ഒക്കെ കൂടിയിട്ട് എന്തോ എന്നറിയാം, ഹാപ്പി അവർ എന്നാ പറയുന്നത്. ഇംഗ്ലീഷ് ഒരാൾക്ക് അത്ര അറിയത്തുള്ളായിരിക്കും, ആകെ അത്ര പറയും, ഹാപ്പി അവർ എന്ന് പറയും. എന്താണെന്നറിയാം? ദൈവത്തെ കൂടാതെയുള്ള സമയം നമ്മുടെ ജീവിതത്തിൽ ഇല്ല എന്ന് നമുക്ക് തിരിച്ചറിയുവാൻ കഴിയണം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഒരിക്കലും വിഷമിക്കരുത്. കുഞ്ഞുങ്ങളോടും പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുണ്ട്. ഞാൻ സീതത്തോട്ടിൽ വളർന്നവനാണ്. സീതത്തോട്ടിലെ ഗ്രാമീണ സ്കൂളിൽ പഠിച്ച ആളാണ്. എന്നാൽ ഒരു കാര്യം എനിക്ക് പറയാൻ പറ്റും. ഞാൻ പള്ളിയിലെ പ്രോഗ്രാമോ എൻ്റെ ശുശ്രൂഷ ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ശുശ്രൂഷ കാലങ്ങളിൽ ഒരു കാര്യത്തിനോ പോകാതിരുന്നിട്ടില്ല. പക്ഷെ സർവശക്തനായ ദൈവം തമ്പുരാൻ എൻ്റെ സമയത്തെ ശുദ്ധീകരിച്ചത് കൊണ്ട് എൻ്റെ പഠനത്തിനകത്ത് എനിക്കൊരു കുറവും സംഭവിച്ചിട്ടില്ല. എന്നെ അറിയാവുന്നവർ ഒരു പക്ഷേ ഇവിടെ അച്ഛനൊക്കെ അറിയാമായിരിക്കും. ഒരു കുറവും സംഭവിച്ചിട്ടില്ല. കാരണം എന്തെന്ന് ചോദിച്ചാൽ, എൻ്റെ സമയത്തിന്റെ നാഥൻ ആരാണെന്നറിയാമോ? സർവശക്തനായ ദൈവം തമ്പുരാനാണ്. അതുകൊണ്ട് നിങ്ങൾ പള്ളിയിൽ പോയി ദൈവത്തെ ആരാധിച്ചത് കൊണ്ട് നിങ്ങളുടെ പഠിത്തത്തിന്റെ സമയം പോയി എന്ന് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. ദൈവം തമ്പുരാൻ നിങ്ങളോട് കൂടെ ഉണ്ടെങ്കിൽ ദൈവം തമ്പുരാന്റെ കാഴ്ചയ്ക്കനുസരിച്ച് നിങ്ങൾ ആയിത്തീരും എന്നുള്ളതിന് സംശയമില്ല. ഇനി ഞാൻ മുമ്പോട്ട് പോകട്ടെ. ദൈവം തമ്പുരാൻ ചോദിക്കുക, നിന്റെ വിഭവം എനിക്ക് തരണം, നിന്റെ സമയം എനിക്ക് തരണം, നിന്റെ താലന്ത് എനിക്ക് തരണം. എപ്പോഴാണ്? കുഴച്ചിലിന്റെ മധ്യത്തിൽ, വിഷമത്തിന്റെ മധ്യത്തിൽ. ഇതിന് കഴിയുമോ? കഷ്ടതയിലും പാടുവാൻ, അതിൽ കൊണ്ടാടുവാൻ ശക്തി തരണം നായക, ഭക്തിയിൽ പൂർണ്ണനാകുവാൻ ഉറപ്പിക്കന്നെ എന്നാഥ, നിറയ്ക എന്നെ ശുദ്ധാത്മാ, ക്രിസ്തൻ മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ, മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ. പത്രോസ് കുഴച്ചിലുകളുടെ മധ്യത്തിൽ കർത്താവിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി കൊള്ളാവുന്നവനാണ് എന്നാര് കാണുക എന്നറിയാമോ? ദൈവം തമ്പുരാൻ കാണുകയാണ്. അതുകൊണ്ട് നമ്മുടെ കുഴച്ചിലുകളുടെ മധ്യത്തിൽ കർത്താവ് നമ്മളെ നോക്കുമ്പോൾ അവന്റെ ശുശ്രൂഷയ്ക്ക് പങ്കുകാരനായി തീരുവാൻ നമ്മൾ കൊള്ളാവുന്നവനാണെന്ന് ആര് കാണും? ദൈവം തമ്പുരാൻ കാണും. ഇത് കഴിഞ്ഞപ്പോൾ കർത്താവിന് മനസ്സിലായി, ഇനിയും ഇവനെ വേണ്ടുന്നത് എന്റെ സഭയുടെ നിർമ്മിതിക്ക് വേണ്ടിയാണ്, ദൈവരാജ്യത്തിന്റെ നിർമ്മിതിക്ക് വേണ്ടിയാണ്. അങ്ങനെ ദൈവരാജ്യത്തിന്റെ നിർമ്മിതിക്ക് വേണ്ടിയാണെങ്കിൽ ഇവനിൽ കുറച്ചുകൂടെ ഗുണങ്ങളുണ്ടോ എന്ന് നോക്കേണ്ടിയിരിക്കുന്നു. അതെന്താണെന്നറിയാമോ? അതായത് ഒരു ശുശ്രൂഷക്കാരൻ ഒരു സാധാരണക്കാരനെ പോലെ ഇടപെടാൻ ഒരിക്കലും കഴിയില്ല. അതുകൊണ്ട് കർത്താവ് അവനെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. നമുക്കറിയാം, IAS പരീക്ഷ എഴുതുമ്പോൾ പ്രധാനമായിട്ട് 3 പരീക്ഷയുണ്ട്. ഒന്ന് പ്രിലിമിനറി ടെസ്റ്റ് ഉണ്ട്, പിന്നെ റിട്ടൺ ടെസ്റ്റ് ഉണ്ട്, പിന്നെ ഇന്റർവ്യൂ ഉണ്ട്. ഇവിടെ പ്രിലിമിനറി ടെസ്റ്റ് അദ്ദേഹം കൃത്യമായിട്ട് പാസ്സായി. ഇനി റിട്ടൺ ടെസ്റ്റ്, മെയിൻ ടെസ്റ്റ് വരികയാണ്. ആ മെയിൻ ടെസ്റ്റ് എന്താണെന്നറിയാമോ? പത്രോസിനോട് പറയാ, നീ എന്തോ ചെയ്യണം? വല ആഴത്തിലേക്ക് വീശാൻ. പത്രോസ് എന്തോ ചെയ്തു? പത്രോസ് അത് ചെയ്തു. നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയാൽ നമ്മളായിരുന്നേ ചെയ്തേനെ. ഇപ്പം ഞാനെന്താ ബാക്കി ഒരു കാര്യം കൂടെ പറയാം. ജന്മന പത്രോസ് ആരാ? ഒരു മുക്കുവൻ. ജന്മന കർത്താവ് ആരാ? ആശാരി കയറി മുക്കുവനെ ഉപദേശിച്ചാൽ ഞാൻ പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകാൻ വളരെ കൃത്യമായിട്ടൊരു കാര്യം പറയാം. ഞാനിപ്പം 20 വർഷമായി അച്ഛനായിട്ട്. ഞാനിപ്പോ വിശുദ്ധ കുർബാന അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുമ്പോ
എന്നിട്ട് ഈ മുന്നിലിരിക്കുന്ന മോൻ വന്നിട്ട് എന്നോട് പറയാം, അച്ഛൻ്റെ 4ാമത്തെ റൂസ്മ ഇച്ചിരി ചരിഞ്ഞു പോയി, അച്ഛൻ അങ്ങനല്ല വരയ്ക്കേണ്ടത്, അച്ഛൻ ഇങ്ങനെ റൂസ്മ വരയ്ക്കേണ്ടതെന്ന് പറഞ്ഞ ഞാൻ എന്താ പറയും? എന്റെ മോനെ നീ കയറി പോപ്പിനെ കയറി കുർബാന പഠിപ്പിക്കേണ്ടെന്ന് പറയും. എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഏതൊരു മനുഷ്യനും ശീലിച്ച രീതി വിട്ട് വേറൊരു രീതി അവലംബിക്കണം എന്ന് ആവശ്യപ്പെട്ടാൽ പെട്ടെന്ന് അത് ചെയ്യുവാൻ തയ്യാറാവത്തില്ല. അതായത് പത്രോസിന് ഈ ഗെനസരത്ത് തടാകം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ അവിടെ പോയിട്ടുണ്ടെങ്കിൽ അറിയാം, ഇത് ഈ പറയുന്നത് പോലെ വലിയ തടാകമൊന്നുമല്ല, അധികം പ്രദേശത്ത് വ്യാപിച്ചു കിടക്കുന്ന ഒന്നുമല്ല. അങ്ങനെയെങ്കിൽ ഈ തടാകത്തെ കുറിച്ചുള്ള വ്യക്തമായ ധാരണ, എവിടെ കുഴിയുണ്ട്, എവിടെ മീനുണ്ട്, ഈ തടാകം എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായ ധാരണയുള്ള മനുഷ്യനാണ് ആരെന്ന് പറയുന്നത്? ഈ പത്രോസ് എന്ന് പറയുന്നത്. എന്നാൽ ഈ കർത്താവിനെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവർ ഇവനെ നോക്കിയിട്ട് പറയുക, നസ്രത്തിൽ നിന്ന് വല്ല നന്മയും വരും. ഇവൻ ആരാ? ഇവൻ വെറും ഒരു ആചാര്യ ചെറുക്കനാ. ഞാൻ പറഞ്ഞു മനസ്സിലാകുന്നുണ്ടോ? നമ്മളെ പലപ്പോഴും നോക്കി ഇങ്ങനെ ആയിരിക്കും ആളുകൾ കാണുന്നത്, ഇവൻ വെറും ഒരു ആശാരി ചെറുക്കനാ, ഇവനിൽ നിന്ന് വല്ല നന്മയും വല്ലതും വരുമോ? പക്ഷെങ്കിൽ ദൈവം തമ്പുരാൻ ഇവനോട് ആവശ്യപ്പെടുന്നത് എന്താണെന്നറിയാമോ? ശീലിച്ച രീതി വിട്ട് വേറൊരു രീതി ആവശ്യപ്പെട്ടാൽ ആ ശുശ്രൂഷയ്ക്ക് തയ്യാറാകുവാൻ കഴിയുന്നവനായിരിക്കണം. ആര്? കർത്താവിന്റെ ശുശ്രൂഷയ്ക്ക് പങ്കുകാരനായി തീരുവാൻ കഴിയുന്നവൻ. അല്ലാതെ സ്റ്റീരിയോ ടൈപ്പ് ശുശ്രൂഷ മാത്രം ചെയ്തുകൊണ്ടിരുന്നാൽ പോരാ. എന്താണെന്നറിയാമോ? ജീവിതത്തിന്റെ ഏത് അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ദൈവം തമ്പുരാൻ ആജ്ഞാപിക്കുന്നതനുസരിച്ച് ചെയ്യുവാൻ പക്വതയും പാകതയും സൗമ്യതയും വിനയവുമുള്ളവനാണോ ഈ ശുശ്രൂഷക്കാരനെന്ന് ഓർമ്മപ്പെടുത്തുന്നത്. ഇന്ന് നമുക്കറിയാം, ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ ഇല്ലാത്ത സാധനങ്ങളാണ് ഞാനിപ്പോ പറഞ്ഞ കാര്യമൊക്കെ. എന്താണെന്നറിയാമോ? വിനയമെന്ന് പറയുന്നത് കുറവാ. പിന്നെന്താ? സൗമ്യത എന്ന് പറയുന്നത് ഒട്ടുമില്ല, ലെവലേശം പോലുമില്ല. പിന്നെ ഞാൻ എന്തോ പറഞ്ഞത്? ഇപ്പൊ തന്നെ പോയി. എന്തോ വിശ്വസ്തത നിങ്ങൾക്ക് അറിയാം, എങ്ങനെയൊക്കെയാന്ന് നമുക്കറിയാം. ചുരുക്കം പറഞ്ഞ അനുസരണം എന്ന് പറഞ്ഞാൽ എന്താ? അനുസരണം നമ്മൾ പ്രസംഗിക്കുമ്പോൾ പറയും മുത്തുകളേക്കാൾ വിലയേറിയതാന്നൊക്കെ പറയും. പക്ഷേ അങ്ങോട്ട് ഇങ്ങോട്ട് വിളിച്ചാൽ എന്തോ ചെയ്യും? അങ്ങോട്ട് പോകുന്ന സ്വഭാവമാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. അവിടെ ഞാൻ പറയാൻ ശ്രമിച്ചത് എന്തെന്ന് ചോദിച്ചാൽ, കർത്താവ് അവനോട് ആവശ്യപ്പെടുന്നത്, ഇങ്ങനെ ഇവൻ പറയുമ്പോൾ ശീലിച്ച രീതി വിട്ട് വേറൊരു രീതി അവലംബിപ്പാനായി ആശാരിയായ ഞാൻ മുക്കുവനെ ഉപദേശിക്കുമ്പോൾ അതിനെ സ്വീകരിക്കുവാനുള്ള ഒരു വിനയം ഉണ്ടോ എന്നുള്ളതാണ് ആവശ്യപ്പെടുന്നത്. ഈ വിനയം എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? വിനയം എന്ന് പറഞ്ഞാൽ, അതായത് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ പറയും, ഇറ്റ് ഈസ് എ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ബീങ് ഫ്രീ ഫ്രം അറഗൻസ് ആൻഡ് പ്രൈഡ് എന്ന് പറയും. ഓർ ഇൻ അതർ വേർഡ്സ്, വേറെ രീതിയിൽ പറഞ്ഞാൽ, ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് എ പേഴ്സൺ ടു ഡിബേസ് ഹിസ് സെൽഫ് ഇൻ ടു ഇറ്റ്സ് ലോവസ്റ്റ് സ്റ്റെപ്പ് ആൻഡ് ടു എലിവേറ്റ് ദ സെൽഫ് ഓഫ് ദ അതർ പേഴ്സൺ ടു ഇറ്റ്സ് ഹൈ സ്റ്റെപ്പ് എന്ന് പറയും. ഞാൻ മലയാളത്തിൽ പറയാം, ഇതൊരു മാനസികാവസ്ഥയാണ്. എന്താണെന്നറിയാമോ? മറ്റുള്ളവനെ എന്നേക്കാൾ ശ്രേഷ്ഠനായി എണ്ണുവാൻ കഴിയുന്ന മാനസികാവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ഏതെന്നറിയാമോ? ഹ്യൂമിലിറ്റി എന്ന് പറയുന്നത്. അതുകൊണ്ട് അതായത് എന്റെ മുൻപിൽ നിൽക്കുന്ന എന്റെ ജ്യേഷ്ഠ സഹോദരനായ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കാണുമ്പോൾ അച്ഛൻ എന്നോടൊരു കാര്യം പറഞ്ഞ എന്റെ ഈഗോ ലെവലിനെ താത്തിട്ട് അച്ഛൻ പറഞ്ഞതിനെ അംഗീകരിക്കുവാൻ കഴിവുണ്ടെങ്കിൽ മാത്രമേ എനിക്കെന്തോ ഉള്ളൂ? ഹ്യൂമിലിറ്റി ഉള്ളൂ. ഹ്യൂമിലിറ്റി ഇല്ലാത്തവന് ക്രിസ്ത്യാനിയായിരിക്കുവാൻ എന്തോ കഴിയില്ല, യോഗ്യതയില്ല. കാരണം പിതാവിനോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ വേഷത്തിൽ മനുഷ്യനായി ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്ന ഹ്യൂമിലിറ്റിയുടെ പാരമ്യമുള്ള സർവശക്തനായ ദൈവം തമ്പുരാന്റെ മക്കളായിരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ എന്താ ഉള്ളത്? ഹ്യൂമിലിറ്റി ഉള്ളവരായിരിക്കേണ്ടതിന്റെ ആവശ്യം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഹ്യൂമിലിറ്റിയുടെ ഏറ്റവും വലിയൊരു അനുഭവം ഞാൻ പറയാം. നമ്മുടെ കർത്താവ് കാൽവറിയിലേക്ക് പോവുകയാണ്. കാൽവറിയിലേക്ക് പോകുമ്പോൾ കത്തോലിക്ക ട്രഡീഷൻ അനുസരിച്ച് നോക്കുമ്പോൾ 4ാമത്തെ കുരിശിന്റെ വഴിയാണ്, 5ാമത്തെ കുരിശിന്റെ വഴിയാണ്. ദുഃഖത്തിന്റെ ഒരു ഭാരവും വേണ്ടിക്കൊണ്ട് കാൽവറിയിലെ ഗോൽഗോഥായിലേക്ക് നമ്മുടെ കർത്താവ് പോകുമ്പോൾ, കർത്താവ് താഴെ കുരിശും പിടിച്ചുകൊണ്ട്, കർത്താവിന് മുമ്പോട്ട് പോയിട്ട് കുരിശിൽ കിടന്ന കർത്താവ്, ഗോൽഗോഥായിൽ കിടക്കുന്ന കുരിശിൽ കിടക്കുന്ന കർത്താവ് താഴോട്ട് നോക്കുമ്പോൾ 2 പേരെ കാണുന്നുണ്ട്. ആരൊക്കെയാണെന്നറിയാമോ? ആരൊക്കെയാ? തന്റെ സ്വന്തം അമ്മയെയും
താൻ ജീവന് തുല്യം സ്നേഹിക്കുന്ന, താൻ വളരെയധികം സ്നേഹിക്കുന്ന തന്റെ ശിഷ്യനായ യോഹന്നാനെയും കാണുന്നുണ്ട്. അങ്ങനെ യോഹന്നാനെയും കാണുമ്പോ ശിഷ്യനെ നോക്കിയിട്ട് പറയുകയാണ്, ഇതാ നിന്റെ അമ്മ. ആരാ? ജന്മം നൽകാത്ത മകനോട് പറയുകയാണ്, ഇനി മുതൽ കുരിശിന്റെ താഴ്വരയിലുള്ള കുടുംബം എന്ന് പറയുന്നത്, കുടുംബ സങ്കല്പം എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടിരിക്കുന്ന കുടുംബ സങ്കല്പം പോലെ അല്ല. മറിച്ച് എന്താണെന്നറിയാമോ? ജന്മം നൽകാത്ത അമ്മയെ അമ്മയായി കാണുവാൻ കഴിയുന്നവനാകണം ക്രിസ്ത്യാനി എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. അത് കഴിഞ്ഞതിന് ശേഷം അമ്മയോട് പറയുകയാണ്, എന്താണെന്നറിയാമോ? ഇതാ നിന്റെ മകൻ, ഇതാ നിന്റെ മകൻ എന്ന് പറഞ്ഞിട്ട് കർത്താവ് കുരിശിന്റെ താഴ്വരയിൽ കർത്താവ് ഒരു പുതിയ കുടുംബത്തിന്റെ സങ്കല്പം കൊടുക്കുകയാണ്. ആ കുടുംബത്തിന്റെ സങ്കല്പം എന്ന് പറഞ്ഞാൽ ആ കുടുംബത്തിന്റെ പിതാവായിരിക്കുന്നവൻ അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമായിരിക്കുന്ന ആര് തന്നെയാണ്? ദൈവം തമ്പുരാനാണ്. അങ്ങനെയെങ്കിൽ രക്തബന്ധമില്ലാത്തവർ ഒരുമിച്ച് ദൈവത്തിന്റെ പിതൃത്വത്തിനകത്ത് ഒരുമിച്ച് കൂടുന്ന സന്തോഷത്തിന്റെ കലർവറയുടെ സ്ഥാനമാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ വളരെ സന്തോഷത്തോടു കൂടെ പാടുന്നത്. എന്താ പറയുക? ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ, കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശു നായകൻ കൂട്ടാളിയാണ്. അതുകൊണ്ട് പാടാൻ എനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും എന്റെ പാട്ടത്ര കൊള്ളത്തില്ലെങ്കിലും നിങ്ങൾ നല്ലപോലെ പാടുന്നവരാണ്. 5 മിനിറ്റൂടെ മുമ്പിലുള്ളല്ലോ. അതുകൊണ്ട് ഞാൻ പറയാൻ ശ്രമിച്ചത്, കാൽവറിയുടെ ചുവട്ടിൽ രൂപപ്പെടുന്ന ആ കുടുംബ സങ്കല്പത്തെ കാത്തു സൂക്ഷിക്കുവാൻ കഴിയുന്നവന് മാത്രമേ എന്താ കഴിയത്തുള്ളൂ? കർത്താവിന്റെ ശുശ്രൂഷയുടെ പങ്കുകാരനായി തീരുവാൻ കഴിയുകയുള്ളൂ. അങ്ങനെ കർത്താവിന്റെ ശുശ്രൂഷയുടെ പങ്കുകാരനായി തീരുവാൻ കഴിഞ്ഞാൽ അവൻ കർത്താവിന്റെ കൈയും കാലും ബുദ്ധിശക്തിയുമായി ഈ ലോകത്തിൽ കർത്താവിന് വേണ്ടി എരിഞ്ഞ് ശോഭിപ്പാനായിട്ട് സാധിക്കും. അവിടെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രികാലം ദൈവം തമ്പുരാൻ നമ്മളോട് ആവശ്യപ്പെടുന്നത്, ശീലിക്കാത്ത രീതി ചെയ്യുവാൻ ദൈവം തമ്പുരാൻ നമ്മളോട് ആവശ്യപ്പെടുമ്പോൾ അതിനെ സ്വീകരിക്കുവാനും കർത്താവിന്റെ കാൽവറിയുടെ ചുവട്ടിലുള്ള ആ ഒരു കുടുംബത്തിന്റെ ഹ്യൂമിലിറ്റിയുടെ കുടുംബത്തിന്റെ ഭാഗമായി തീരുവാനും നമുക്ക് കഴിയുമോ? ഇന്ന് നമുക്കറിയാം, ഇന്നത്തെ നമ്മുടെ കുടുംബങ്ങളിലൊക്കെ തന്നെ ഈ ഹ്യൂമിലിറ്റി എന്ന് പറയുന്ന സാധനം ലെവലേശം പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് പോവുകയാണ്. അതുകൊണ്ടാണ് വിവാഹമൊക്കെ കഴിഞ്ഞതിന് ശേഷം അധികം നാൾ കഴിയുന്നതിന് ഇപ്പുറം തന്നെ കുടുംബ ബന്ധങ്ങളൊക്കെ പോകുന്നത്. അപ്പൻ അമ്മയോട് സ്നേഹമില്ല, അമ്മയ്ക്ക് അപ്പനോട് സ്നേഹമില്ല, അപ്പനും അമ്മയ്ക്കും കുഞ്ഞുങ്ങളോട് സ്നേഹമില്ല, കുഞ്ഞുങ്ങൾക്ക് അപ്പനോടും അമ്മയോടും സ്നേഹമില്ല. ഈ ചുരുക്കം പറഞ്ഞാൽ എവിടെയാണ് വിനയം നഷ്ടപ്പെടുന്നത്, എവിടെയാണ് കാൽവറിയിലെ സ്നേഹത്തിന്റെ അർത്ഥം നഷ്ടപ്പെടുന്നത്, അവിടെ എന്താണെന്നറിയാം? ഡിസിന്റഗ്രേഷൻ ആണുള്ളത്. ഡിസിന്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താ പറയാ? തകർച്ചയുടെ അനുഭവമാണുള്ളത്. അതുകൊണ്ട് ആ കാൽവറിയിലേക്ക് നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നു, കർത്താവിന്റെ വാക്കിലേക്ക് നോക്കേണ്ടിയിരിക്കുന്നു. ഞാനിവിടെ നിർത്തട്ടെ. ഇനി മൂന്നാമത് ഈ വേദഭാഗം കാണുന്നത്, പത്രോസ് വളരെ വിനയമുള്ളവനായി എന്താ ചെയ്യുന്നറിയാമോ? വലവീശും. കർത്താവിനെ അനുസരിക്കുന്ന വിനയമുള്ളവനായിട്ട് തീരുന്നു. അനുസരണവും വിനയവും കർത്താവിന്റെ ശുശ്രൂഷയ്ക്ക് വളരെ ആവശ്യമാണ്. ഇത് കഴിയുമ്പോൾ നല്ല വിളവ് കിട്ടുന്നുണ്ട്. വിളവല്ല, മീൻ കിട്ടുന്നുണ്ട്. നല്ല മീൻ കിട്ടുമ്പോൾ ഇതുവരെ എന്തായിരുന്നു? ഫ്രസ്ട്രേറ്റീവ് മൂഡായിരുന്നു. ദൈവം തമ്പുരാൻ ഇവനെ അളക്കുകയാണ്. ഫ്രസ്ട്രേറ്റീവ് മൂഡിൽ നിന്ന് മാറി ഇപ്പോഴെന്തായി? രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒരു മീനെ കിട്ടാതിരുന്നപ്പോ ഇതാ വല നിറച്ച് വള്ളം മുങ്ങുമാറാവോളമുള്ള മീൻ കിട്ടി എന്ന് പറയുമ്പോ എന്താ സന്തോഷമാണ്? കൊള്ള പങ്കിട്ടവന്റെ സന്തോഷം പോലെയാണ്, അല്ലെ? അതിനേക്കാട്ടിലും വലിയ സന്തോഷമാണ്. അങ്ങനെ സന്തോഷത്തിന്റെ ഒരു സാഹചര്യം ദൈവം തമ്പുരാൻ ഉണ്ടാക്കിയിട്ട് അവനോട് ചോദിക്കുകയാണ്, സന്തോഷത്തിൽ മതിമറന്ന് ആറാടുന്നവനാണോ ഇവനെന്ന് നോക്കുന്നത്? അതായത് സന്തോഷം വരുമ്പോ ഇവന്റെ സ്വഭാവം എന്താണ് എന്നാണ് ഓർമ്മപ്പെടുത്തുന്നത്. നമ്മളെല്ലാം ഒരു കാലത്തില്ലായ്മക്കാരായിരുന്നു. ഇപ്പൊ ദൈവം തമ്പുരാൻ നമുക്ക് വന്നപ്പോ, ദൈവം തമ്പുരാൻ നമുക്ക് സാഹചര്യങ്ങൾ തന്നപ്പോ, സന്തോഷം തന്നപ്പോ, ധനസമൃദ്ധി തന്നപ്പോ നമുക്ക് നമ്മുടെ ആറ്റിറ്റ്യൂഡിൽ എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ കാണുന്നത്, സമൃദ്ധി ഉണ്ടായപ്പോ അവൻ എന്തുവാ ചെയ്തെന്നറിയാമോ? അവൻ തന്നെയല്ല
ചെയ്യുന്നത്. ആരെന്നറിയാം? തന്റെ കൂട്ടുകാർ 3 പേരെ കൂടെ ചേർന്ന് വിളിക്കുക. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് ഒരു വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് നമുക്ക് സമ്പത്തും ധനവും ഒക്കെ കൂടി വന്നു കഴിഞ്ഞപ്പോ പ്രാർത്ഥനയ്ക്ക് പോകണമെങ്കിൽ ഫോൺ വിളിച്ചെങ്കിലേ വരത്തുള്ളൂ. ഇവിടെ ഉണ്ടോന്ന് എനിക്കറിയില്ല. ടെലിഫോൺ വിളിച്ച് ഇൻവൈറ്റ് ചെയ്തെങ്കിലേ എന്തോ ഉള്ളൂ പ്രാർത്ഥനയ്ക്ക് വരത്തുള്ളൂ. കാരണം നമ്മൾ ആരായിരിക്കുന്നു? VIP ആയിരിക്കുന്നു. നമ്മൾ ഇവിടെ ഉണ്ടോന്ന് എനിക്കറിയത്തില്ല. സിറ്റി ഇടങ്ങളിലൊക്കെ ഉണ്ട്. ഈ VIP തീർന്നിരിക്കുന്നു. കാരണം ഞാൻ വിളിച്ചില്ലെങ്കിൽ, എന്നെ വിളിച്ചില്ലെങ്കിൽ എന്തോ ചെയ്യില്ല, ഞാൻ അങ്ങോട്ട് പോകത്തില്ല. അതുകൊണ്ട് ഒരു പ്രാർത്ഥന വെച്ചാൽ ടെലിഫോൺ വിളിച്ചെങ്കിലേ പോകുകയുള്ളൂ. ഇത് നമ്മൾ കൃത്യതയോടുകൂടി ഓർമ്മപ്പെടുത്തേണ്ടതാണ്. നമുക്കറിയാം, നമ്മൾ ഉച്ച കഴിഞ്ഞ് ഉറങ്ങുന്ന സമയമാണെങ്കിൽ അയലോക്കത്തെ അമ്മച്ചി വീട്ടിലോട്ടൊന്ന് കയറി വന്നാൽ നമ്മുടെ മുഖം കടന്നല് കുത്തിയതുപോലെ ആകും. കാരണം എന്നാ? ഭൂലോക ഉറക്കമാണ്. എപ്പോഴും ഉറക്കത്തോടെ ഉറക്കമാണ്. ഒരു പണിയും ചെയ്യുന്നില്ല. എങ്കിലും കൊളസ്ട്രോളും ഷുഗറും പ്രഷറും എല്ലാം പിടിച്ചിരിക്കുകയാണെങ്കിലും അമ്മ വന്നാൽ എന്തോ ഇഷ്ടപ്പെടത്തില്ല. നമുക്കത് ഇഷ്ടപ്പെടത്തില്ല. നമ്മുടെ മുഖം മുറുക്കും, എന്തെങ്കിലും പറഞ്ഞ് അമ്മയെ ഒഴിവാക്കും. എന്നാൽ നമുക്കറിയാം, വെള്ളം വന്നപ്പോ എന്താ പറ്റി? എല്ലാരും ഒന്നാണ് എന്ന് നമുക്ക് മനസ്സിലായി. ആത്യന്തികമായിട്ട് നമുക്ക് സമൃദ്ധി എന്ന് പറയുന്നത് ഒന്നുമില്ല എന്ന് മനസ്സിലായി. ആത്യന്തികമായിട്ടുള്ളത് ഒന്നേ ഉള്ളെന്ന് മനസ്സിലായി. സർവശക്തനായ ദൈവം തമ്പുരാനും അവന്റെ പ്രകൃതിയുടെ മേലുള്ള ശക്തിയുമുള്ളെന്ന് നമ്മൾ മനസ്സിലാക്കി. ആത്യന്തികമായിട്ടുള്ളത് ഒന്ന് മാത്രമേ ഉള്ളെന്ന് മനസ്സിലാക്കി. മുക്കുവന്മാരുടെ സ്നേഹമാണെന്ന് മനസ്സിലാക്കി. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇവിടെ കൂട്ടായ്മയുടെ ശക്തിയും സ്നേഹത്തിന്റെ ബലത്തിലുമേ ക്രിസ്തീയ ശുശ്രൂഷ മുന്നോട്ട് പോകുവാൻ കഴിയൂ എന്ന് ആർക്ക് മനസ്സിലായി? പത്രോസിനും മനസ്സിലായി, നമുക്കും മനസ്സിലായി. ഇവിടെ പത്രോസ് നമ്മൾ കാണുന്നത് എന്തൊരു നല്ല മനുഷ്യനാണെന്നറിയാമോ? ആ മനുഷ്യൻ എന്തോ ചെയ്തെന്നറിയാമോ? കൂട്ടുകാരെ പെട്ടെന്ന് വിളിച്ചു. നമ്മളായിരുന്നേലും എന്തോ ചെയ്തേനെ? നമ്മളായിരുന്നെ പറഞ്ഞേനെ, ഇപ്പം സമയക്കുറവുമില്ല ഞാൻ പറയുന്നില്ല, നമ്മളായിരുന്നെ പറഞ്ഞേനെ അതെങ്ങനെങ്കിലും കൂടുതൽ നമ്മുടേതാക്കി വെക്കാൻ നോക്കിയേനെ. രണ്ടാമത് നമ്മൾ മിടുക്കരായതുകൊണ്ട് വേറൊരു കാര്യം കൂടെ പറഞ്ഞേനെ. എന്താ പറഞ്ഞേനെ? കർത്താവിനോട് പറഞ്ഞേനെ, കർത്താവേ അടുത്ത ദിവസം മുതൽ ഞാൻ എവിടെ വീശണം എന്നുള്ളത് നീ എന്നെ ഒന്ന് പഠിപ്പിക്കണം. ഞാൻ അവിടെ വീശാം. ഞാൻ 50-50 തരാമെന്ന് പറയും. 50-50 എന്ന് പറഞ്ഞ് പകുതി തരാമെന്ന് പറയും. ഒരു 10 ദിവസം കൊടുക്കും, പകുതി കൊടുക്കും. 10 ദിവസം കഴിയുമ്പോൾ പറയും, കർത്താവേ ഇത് മുക്കുവന്മാരുടെ സ്ഥലമൊക്കെ, നീ വരുമൊന്നും വേണം, നല്ല മിടുക്കന, നല്ല വെളുത്ത് ചുമന്നിരിക്കുന്ന മനുഷ്യൻ, അതുകൊണ്ട് ഇപ്പം മൊബൈൽ ഫോണും ഒക്കെ ഉണ്ട്, നീ അവിടെ നിന്ന് എവിടെ വീശണം എന്നുള്ളത് മൊബൈലിൽ കൂടെ പറഞ്ഞാൽ മതി എന്ന് പറയും. അത് കഴിഞ്ഞ് 2 ദിവസം കഴിയുമ്പം 60 നമ്മുടെ വീട്ടിലോട്ടും പോകും, 40 അങ്ങോട്ടും പോകും. ഈ പണിയൊക്കെ മാര്യാപുരത്ത് കാണുമെന്ന് എനിക്കറിയത്തില്ല, ഇവിടെ കാണാൻ വഴിയില്ല. കാരണം ഇവിടെ ഒന്നും നദിയൊന്നും ഇല്ലല്ലോ, ഉണ്ടോ? പിന്നെ അവിടെ അപ്പുറത്ത് അച്ചൻകോവിലാർ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ പറയാൻ ശ്രമിച്ചത്, അതിന് ഇംഗ്ലീഷിൽ ഒരു വാക്ക് പറയും, ഓട്ടോണമി എന്ന്, സെൽഫ് ഓട്ടോണമി എന്ന് പറയും. സെൽഫ് ഓട്ടോണമി എന്ന് പറഞ്ഞാൽ സമൃദ്ധി ഉണ്ടായാൽ ആ സമൃദ്ധി ശോഷണം ചെയ്യാതെ നമ്മുടേതാക്കി വെക്കണമെന്നുള്ള ഒരു വ്യഗ്രത എല്ലാ മനുഷ്യരിലും ഉണ്ട്. അതുകൊണ്ടാണ് വേദപുസ്തകത്തിന് അതൊരു ഉപമ പറയുന്നുണ്ട്. ഏതാ ഉപമ എന്നറിയാമോ? ഒരു മനുഷ്യന് നല്ല വിളവുണ്ടായപ്പോൾ അവനെന്തോ പറഞ്ഞു? തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്ന് പറഞ്ഞു. നേരെ കർത്താവ് പറഞ്ഞു, നമ്മുടെ ഈ രാത്രി ഇതിന്റെ ജീവന് ഇതുപോലെ പറയും. ഇതാ അതിന്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ നമുക്ക് സമൃദ്ധി ഉണ്ടാകുമ്പോൾ ആ സമൃദ്ധി ശോഷണം ചെയ്യാതെ അത് നമ്മുടേതാക്കി വെക്കുവാനുള്ള ഒരു പ്രവണത മനുഷ്യ സഹജമായിട്ടുണ്ട്. എന്നാൽ ഒരു ക്രിസ്തു ശിഷ്യൻ ഒരിക്കലും അതല്ല കരുതേണ്ടുന്നത്. ക്രിസ്തു ശിഷ്യൻ എപ്പോഴും വിനയവും പിന്നെന്തുവാ താൻ ആരാണെന്നുള്ള ഒരു ബോധവും ഉണ്ടാകണം. അതാ കർത്താവ് നോക്കുന്നത്. ഈ ഇതൊക്കെ വലിച്ചടുപ്പിച്ചു. ഉടനെ തന്നെ പത്രോസ് എന്തുവാ ചെയ്യുന്നതെന്നറിയാം? പത്രോസ് കൂട്ടുകാരെ വിളിച്ചു അടുപ്പിച്ചു കഴിഞ്ഞ് പത്രോസ് എന്തായെന്നറിയാം? പത്രോസ് അവിടോട്ട്, ശിമോൻ പത്രോസ് ഇത് കണ്ടിട്ട് യേശുവിന്റെ ബാക്കി പൂരിപ്പിക്കാം, കാൽക്കൽ വീണിട്ട് എന്തോ പറഞ്ഞെന്നറിയാമോ? കർത്താവേ എന്ന് പറഞ്ഞ ഗ്രീക്ക് വാക്ക് കുറിയോസ് എന്നാണ്, ലോഡെന്നാണ് അതിൻ്റെ അർത്ഥം. ലോഡെന്ന് പറഞ്ഞ ആരാന്നറിയാം? ഇതൊക്കെ ഭയങ്കര അർത്ഥമുള്ളതാണ്. അതായത് അന്നത്തെ
ലോർഡ് എന്ന് പറയുന്നത് ആരാന്നറിയാമോ? ആരാ? സീസറാണ്. സീസർ എന്ന് പറഞ്ഞ ആരാ? രാജാവാണ്. സീസറിനെയാണ്, അതായത് കൈസറെയാണ് ആരാധിക്കുന്നത്. കൈസറാണ് ലോർഡ്. സർവശക്തനായ ദൈവം തമ്പുരാൻ മുൻപ് നിൽക്കുന്നത് കണ്ടപ്പോ പത്രോസിന് മനസ്സിലായി, കൈസർ അല്ല ലോർഡ്, സർവശക്തനായ ദൈവം തമ്പുരാനാണ് ലോർഡ് എന്നത് കർത്താവ് എന്ന് തിരിച്ചറിയുകയാണ്. അവിടെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മളോട് ഇത് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇന്നത്തെ അധികാരത്തിന്റെ ഘടനകളും അധികാരത്തിന്റെ അനുഭവങ്ങളും ഒരു സ്ഥലത്ത് നിൽക്കുകയും നമ്മുടെ കർത്താവിന്റെ എളിമയുള്ള മുഖം നമ്മുടെ അടുക്കൽ വെൽക്കുകയും ചെയ്യുമ്പോൾ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി ഇവനെ കർത്താവ് എന്ന് വിളിക്കുവാൻ നമുക്ക് കഴിയുമോ? അതോ കർത്താവിനെ കളഞ്ഞിട്ട് ഈ അധികാരത്തിന്റെ പുറകെ നമുക്ക് പോകുവാൻ കഴിയുമോ? ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് കർത്താവ് പത്രോസിനെ ഒന്ന് അനലൈസ് ചെയ്യുകയാണ്. പത്രോസിനെ അനലൈസ് ചെയ്തിട്ട് നോക്കുകയാണ്, ഇവന് ഫോൾസ് ഓട്ടോണമിയിലേക്ക് പോകുന്നില്ല എന്ന് മാത്രമല്ല, അവൻ യഥാർത്ഥ അധികാരി ആരാണ് എന്ന് തിരിച്ചറിയുവാനുള്ള ഒരു പക്വതയുള്ളവനായിട്ട് തീരുകയാണ്. അതുകൊണ്ട് സായിപ്പിനെ കാണുമ്പോ കവാത്ത് മറക്കരുതെന്നാ പറഞ്ഞതിന്റെ അർത്ഥം. കവാത്ത് മറക്കരുതെന്ന അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, നമ്മൾ ദൈവം തമ്പുരാനെ അല്ലാതെ വേറെ ആരായിട്ട് കാണരുത്? ലോർഡായിട്ട് കാണരുത്. ദൈവം തമ്പുരാനെ അല്ലാതെ വേറെ ആരെയും കർത്താവായിട്ട് കാണരുത്. ഇവിടെ പത്രോസ് കർത്താവെ എന്നെ വിട്ടുപോകണമെന്ന് പറഞ്ഞ താൻ ആരാണെന്നും കർത്താവ് ആരാണെന്നും ഉള്ളൊരു ചിന്ത വരികയാണ്. നമുക്കറിയാം, കർത്താവ് നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട്. എന്താ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത്? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നാ പറയുന്നത്. ഞങ്ങളുടെ പിതാവ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? നമ്മുടെ എല്ലാവരുടെയും പിതാവാണ് ആര്? കർത്താവ്. അങ്ങനെങ്കിൽ കർത്താവിന്റെ മുൻപിൽ നിൽക്കുവാൻ ഞാൻ യോഗ്യനല്ല എന്ന് എന്റെ കുറവുകളെ കാണുവാൻ അനുതാപത്തിന്റെ ഹൃദയമുള്ളവൻ കൂടെയാണ് ആരെന്ന് പറയുന്നത് പത്രോസ്. ഞാൻ ഈ സ്ട്രേപ്പ് ആയിട്ട് പറഞ്ഞതുകൊണ്ട് ഒരു പക്ഷേ നിങ്ങൾക്ക് അത് മനസ്സിലായോ എന്ന് എനിക്കറിയില്ല. എന്നാലും 2-3 കാര്യങ്ങളാണ് കർത്താവ് ഈ ധനസമൃദ്ധിയിലൂടെ ടെസ്റ്റ് ചെയ്യുന്നത്. ഒന്ന്, ഇവന് സമൃദ്ധി ഉണ്ടാകുമ്പോൾ ഇവൻ ഫോൾസ് ഓട്ടോണമിയിലേക്ക് തിരിയുമോ? 2, ഇവന് സമൃദ്ധി ഉണ്ടാകുമ്പോൾ അവന്റെ കൂട്ടായ്മ ബന്ധം നഷ്ടപ്പെടുത്തുമോ? 3, സമൃദ്ധി ഉണ്ടാകുമ്പോ അവൻ എന്നെ കർത്താവായിട്ട് അംഗീകരിക്കുവാൻ കഴിയുമോ? കർത്താവാണെന്നറിഞ്ഞ കർത്താവിനെ കർത്താവെന്ന് പറഞ്ഞെന്നറിഞ്ഞാൽ രാജാവ് ആർക്കെതിരെ തിരിയും? പത്രോസിനെതിരെ തിരിയും. അങ്ങനെങ്കിൽ തന്റെ തലയും ജീവനും പോയാലും ഞാൻ ആർക്കുള്ളതാണെന്ന് പറയുന്നതാണ്? കർത്താവിനുള്ളതാണെന്ന് പറയുന്നതാണ്. ഇതാണ് ആദിമസഭയിലെ വിശ്വാസികളെ രക്തസാക്ഷിത്വത്തിന് വേണ്ടി നയിച്ച സാഹചര്യം എന്ന് പറയുന്നത്. ഇതെല്ലാം കഴിയുമ്പോൾ പത്രോസ്, സമയം കഴിഞ്ഞല്ലോ, സോറി, ഇത് കഴിഞ്ഞപ്പോൾ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇത് കഴിഞ്ഞപ്പോൾ കർത്താവ് പറയുകയാണ്, പത്രോസേ, ഇനി മുതൽ ഞാൻ നിന്നെ ആരാക്കാൻ പോകുകയാണ്? മനുഷ്യരെ പിടിക്കുന്നവനാക്കാൻ പോകുകയാണ്. ഉടനെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ വാക്കിനെ ചുരുക്കുകയാണ്. ഇനി മുതൽ കർത്താവ് നിങ്ങളെ കർത്താവിന്റെ ശുശ്രൂഷയുടെ പങ്കുകാരാക്കുവാനായിട്ട് പോവുകയാണ്. കർത്താവിന്റെ ശുശ്രൂഷയുടെ പങ്കുകാരനാകുവാൻ നിങ്ങൾക്ക് പ്രയാസങ്ങളുടെ മധ്യത്തിലും സാധിക്കും. അതോടൊപ്പം തന്നെ കർത്താവിന്റെ ശുശ്രൂഷയുടെ പങ്കുകാരനാകുവാൻ ഏതിന്റെ മധ്യത്തിലും സാധിക്കും? സമൃദ്ധിയുടെ മധ്യത്തിലും സാധിക്കും. അങ്ങനെ സമൃദ്ധിയുടെ മധ്യത്തിലും ദുരിതത്തിന്റെ മധ്യത്തിലും ഒരുപോലെ കർത്താവിനെ സേവിച്ച് മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിച്ചാൽ കർത്താവിന്റെ ശുശ്രൂഷയിൽ പങ്കുകാരിയാകുന്ന ദൈവത്തിന്റെ മകൻ എന്നുള്ള വലിയ പദവി നമുക്ക് ലഭിക്കും. അത് നമുക്ക് ലഭ്യമാകുവാൻ ദൈവം തമ്പുരാൻ കൃപ നൽകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ഇത്രയും നേരം എന്നെ വളരെയധികം സന്തോഷത്തോടുകൂടെ ശ്രമിച്ചിരുന്നു എന്ന് എനിക്കറിയാം. ഞാനൊരു 10 മിനിറ്റ് കൂടുതൽ എടുത്തു എന്നും എനിക്കറിയാം. എന്നാൽ എനിക്ക് വലിയ സന്തോഷം തോന്നുന്നു. എൻ്റെ മുൻ പള്ളിയിലെ 2 മെമ്പേഴ്സ് ഇവിടെ ഇരിപ്പുണ്ട്. അവരൊക്കെ വന്നതിൽ 2 അല്ല 3 മെമ്പേഴ്സ് ഇരിപ്പുണ്ട്. വന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. നിങ്ങളെല്ലാവരും, നമുക്കെല്ലാവർക്കും കർത്താവിനോടുകൂടെ ചേർന്ന് അവന്റെ ശുശ്രൂഷ പൂരിപ്പിച്ച് കർത്താവിന്റെ ശുശ്രൂഷയിൽ വർദ്ധിച്ചു വരുന്നതിന് ദൈവം തമ്പുരാൻ കൃപ നൽകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കാരണം എന്തെന്ന് ചോദിച്ചാൽ, നമ്മുടെ കർത്താവ് നമ്മളെ തേടി നമ്മുടെ അടുക്കലേക്ക് വന്നവനാണ്. നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി മരിച്ച് നമ്മളെ വീണ്ടെടുത്തവനാണ്. ഈ കർത്താവിന്റെ അടിപ്പിണരുകളാൽ നമുക്ക് എന്തോ കിട്ടിയതാണ്? സൗഖ്യം വന്നവരാണ്. അതുകൊണ്ട് നമ്മൾ ഇനി ജീവിക്കുന്നത് നമുക്ക് വേണ്ടിയല്ല. ആർക്ക് വേണ്ടിയാണ്? കർത്താവിന് വേണ്ടിയാണ്. അതുകൊണ്ട് ഈ കർത്താവിന് വേണ്ടി യാത്ര ചെയ്യുവാൻ ദൈവം കൃപ നൽകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ എൻ്റെ വാക്കിനെ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.
ശ്രവണ ഉപദേശിക്കാം.